ഈ നല്ല രാത്രിക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വലിയൊരു ദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് കർത്താവിൻ്റെ വലിയൊരു ദാസൻ മനോജ് കുഴിക്കാലെ അവർകൾ കൂടെ വന്ന മാന്യ പ്രിയപ്പെട്ടവർ, പ്രിയ ലിജു, തൻ്റെ അമ്മാച്ചൻ കുടുംബം, പ്രിയപ്പെട്ടവർ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി വന്ദനം. വളരെ പരിചിതമായ വേദശകലമാണ് വായിച്ചത്. ഇത് ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് ആ നിലയിൽ നമുക്ക് ദൈവവചനം പകല് ചിന്തിപ്പാനിടയായി. രാത്രിയിലും ഔവണ്ണം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശാന്തമായിട്ട് ചിന്തിക്കാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യമാണ് അടിസ്ഥാന വാക്യമായിട്ട് വായിച്ചത്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ എതിർത്ത് നിന്നാൽ ഓടിപ്പോകും, എതിർത്ത് നിന്നില്ലെങ്കിൽ എന്തു സംഭവിക്കും? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. പകല് അതിനോട് ബന്ധപ്പെട്ട് മുഖവരയായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വരികയാണ്. അപ്പോൾ യാക്കോബിന്റെ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. രക്ഷയെപ്പറ്റി വളരെ വിശേഷമായിട്ട് ഓർപ്പിച്ചു. ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ. 5 അധ്യായത്തിൽ 5 സബ്ജക്റ്റുകളുടെ പ്രധാനമായിട്ട്. 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിക്കുന്ന വിഷയം, 2-ാം അധ്യായത്തിൽ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കുന്നു, 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തണം, 5-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം, 5-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതില് 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ് നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ, വായിച്ചാട്ട മോളെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പകല് നമ്മൾ ചിന്തിച്ചല്ലോ, പരീക്ഷ സഹിക്കണം. അതെന്തിനെന്ന് ചോദിച്ചാൽ, പരീക്ഷ കഴിയുമ്പോഴാ ആൾ എങ്ങനെയുണ്ടെന്ന് തെളിയുന്നത്. സ്തോത്രം. അബ്രഹാമും പരീക്ഷിക്കപ്പെട്ടു. പരീക്ഷ കഴിഞ്ഞപ്പോഴാ ആൾ എങ്ങനെ ഉണ്ടെന്ന് തെളിഞ്ഞത്. അപ്പോൾ പരീക്ഷകൾ വരാതിരിക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്, പരീക്ഷ വരണം. ആ പരീക്ഷയിൽ കൂടി കടന്നു പോകണം. അത് കഴിയുമ്പോൾ നീ നല്ലതുപോലെ തെളിഞ്ഞു വെളിയിൽ വരും. സ്തോത്രം. അപ്പോൾ വിവിധ പരീക്ഷകൾ വരുമ്പോൾ എന്നെ കൊണ്ടൊക്കുമോ, സഹിക്കാൻ പറ്റുമോ എന്നോർത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ പകല് വായിച്ചു നിർത്തി, പരീക്ഷയോടുകൂടെ ദൈവം പോക്കുവഴി ഉണ്ടാകും. വായിച്ചേ 13-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അതാണ്. വിവിധ പരീക്ഷകൾ വരുമ്പോൾ എങ്ങനെ സഹിക്കും, എന്നെ കൊണ്ടൊക്കുമോ, എങ്ങനെ ആകും എന്നോർത്ത് ചിന്താഭാരം ഒന്നും ഉണ്ടാകണ്ട. തിരുവചനം പഠിപ്പിക്കുക, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഞാൻ പകലും സൂചിപ്പിച്ച് നിങ്ങൾക്ക് പറയാം, നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല, ഒന്നും തരികയില്ല. പകല് പറഞ്ഞതുപോലെ തിരിഞ്ഞിരുന്നു. അല്ലെ, യോഗം കഴിയുമ്പം പെടലി വേദനയാണ്, നാളെ യോഗത്തിന് വരികയില്ല. പിന്നെ ബിന്നിപ്പാസ്റ്റം പറയും, പുള്ളിയെ വിളിച്ചതാ, പകുതി പേര് യോഗത്തിന് വന്നില്ലെന്നൊരു പേര് വേണ്ട. നിങ്ങളും ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു, അങ്ങോട്ട് കയറിയിരുന്നു, ഇങ്ങോട്ട്. മോനെ, അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നമുക്ക് തരികയല്ല. സ്തോത്രം. ഇവിടെ പറയുക, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഈ മോന്റെ തലയിലോട്ട്, നിന്റെ പേരെന്തുവാ? ആരോ, നല്ല പേര്. പപ്പ എന്ത് ഗൾഫില്ല? മമ്മിയുണ്ടോ? കൈപൊക്കെ കാണട്ടെ. അവൻ പറഞ്ഞ ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ 2 പേരുണ്ടോ? ആരോന്റെ മമ്മി. അതാ. അപ്പൊ എന്നെ മുന്നിൽ പൊക്കിയ ആളോ?
രണ്ടാരോനുണ്ടല്ലേ? വേറെ ആരോന ഉള്ളതാണ്. അപ്പം ഈ മോന്റെ തലയിലോട്ട് ആ സഹോദരി, എനിക്ക് തോന്നുന്നില്ല, 50 കിലോയുടെ ചരക്കെടുത്ത് വെച്ചേച്ച് നീ പൂയപ്പള്ളി വരെ കൊണ്ടിറക്കാൻ പറയുമെന്ന് എനിക്ക് അങ്ങനെ പറയുന്നുണ്ട്. പുള്ളിക്കാരിയെ ട്രീറ്റ്മെന്റിന് വിധേയപ്പെടുത്തണം, എന്തെങ്കിലും കുഴപ്പം കാണും. എന്നാൽ ഇവന്റെ കയ്യില് ഒരു 1/2 കിലോയുടെ സാധനം കൊടുക്കാം. മോനെ, ഇത് പാസ്ത്രങ്ങളുടെ കൊണ്ട് കൊടുക്കല്ലേ, അവിടോട്ട് കൊണ്ട് കൊടുക്കുന്ന പറയാം, അത് കുഴപ്പമില്ല. ഇവന് സഹിക്കാൻ പറ്റാത്തതൊന്നും അവന്റെ മാതാപിതാക്കൾ കൊടുക്കത്തില്ല. അവന്റെ പ്രാപ്തിയെ പറ്റി അവർക്ക് നല്ല ഉറപ്പുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സ്വർഗീയ പിതാവിന് അറിയാം നിനക്ക് സഹിക്കാൻ പറ്റുന്ന എന്തൊക്കെയാണ്, നിനക്ക് വഹിക്കാൻ പറ്റാവുന്ന എന്തൊക്കെയാണെന്ന്. നിനക്ക് വഹിക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത ഒന്നും നമ്മുടെ ദൈവം തരികയില്ല. ഞാൻ ഈ പഴയ പാട്ടുകളൊക്കെ കൂടുതൽ പാടുന്നത് ചിലർക്കറിയാം, കാരണം അതിനകത്ത് വല്ലതും ഉണ്ട്. ഇപ്പോഴത്തെ പാടിയ അന്നേരത്തെ ഒരു ഈ കച്ചിത്തുറുവിന് തീ പിടിക്കും പോലെ. തുറുവിന് തീ പിടിച്ചാൽ നമുക്ക് ആ ഭാഗത്തോട്ട് ചെല്ലാനൊക്കെ അല്ല, മാറിക്കോ, ഓടിക്കോണം. ഊന്ന് പറഞ്ഞാൽ കത്ത് കയറുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞ് എന്നാൽ ഇച്ചിരി ചാരമുണ്ട്, അതും പോയി. ഇപ്പോഴത്തെ മിക്ക പാട്ടുകളുമൊക്കെ അങ്ങനെ. ഇതെല്ലാം കൂടെ വെച്ചങ്ങോട്ട് അടിച്ച് ഇവിടെ പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ഒരെണ്ണം ഉള്ളു. ചിലടത്ത് ചെന്നാൽ അന്തം വിട്ടു പോവുക. ഇതെല്ലാം കൂടെ വെച്ചങ്ങോട്ട് അടിച്ച് ബഹളം ഉണ്ടാക്കി, ഭയങ്കര ബഹളമാ. അല്പസമയം കഴിഞ്ഞെന്ന് ഊതിയാ മതി, തീർന്ന്. എന്നാൽ നല്ല വിറകടുപ്പിൽ പൂവത്തിന്റെ കനല് ആളി കത്തൊന്നുമില്ല, പക്ഷെ കത്തി പിടിച്ചാൽ അത് കത്തി കത്തി നിൽക്കും. 2 ദിവസം കഴിഞ്ഞെന്ന് ഊതിയാലും കനല് കാണും, അതിൽ നിന്ന് പിന്നെയും ഉപയോഗിക്കാം. പഴയ പാട്ടുകൾക്ക് അങ്ങനെ മൂല്യമുള്ളതാണ്. നിങ്ങൾക്കും ചിലർക്കറിയാം. പുതിയ പാട്ടെല്ലാം മോശമാണെന്ന് ഞാൻ പറയത്തുമില്ല, നല്ല പാട്ടുകളുണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കണം, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പഴയ ഒരു പാട്ട്, അതിന്റെ സന്ദർഭം ഇതാ. മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശിയുടെ കയ്യില് അദ്ദേഹത്തിന്റെ മകൻ ശൗമേല് കുട്ടി മരിച്ചു. അപ്പോൾ പറയുന്നത്, ആ ശാമുവേല് കുട്ടിയുടെ മകന്റെ ഡെഡ് ബോഡിയും കൈ വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ വരികളാ. നിങ്ങൾക്കറിയാം, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കൈ തന്നാൽ ബാക്കി നിങ്ങൾ പറയോ പാടുകയോ ചെയ്യും. അതായിരുന്നു കൊച്ചുകുഞ്ഞ്. സർവജ്ഞനായ ദൈവം മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞിന്റെ കയ്യിലോട്ട് ദുഃഖത്തിന്റെ പാനപാത്രം കൊടുത്തപ്പോ അത് തല്ലിപ്പൊട്ടിക്കുകയായിരുന്നോ, എടുത്ത് ദൂരോട്ടെറിയായിരുന്നോ, കൊടുത്ത പുള്ളീനെ പള്ളു പറയുമായിരുന്നോ? അല്ല, പിന്നെ എന്തുവാ ചെയ്യുന്ന? സന്തോഷത്തോടെ ആ പാത്രം, ദുഃഖത്തിന്റെ പാനപാത്രം വാങ്ങി ഹല്ലേലൂയ പാടി. അമ്മാമ്മയുടെ പേരെന്നാ? മറിയാമ്മ. എവിടാ വീട്? ആയിക്കോട്ടെ. അപ്പൊ ഈ അമ്മാമ്മയോട് ചോദ്യം ചോദിക്കാം. അറിയാവുന്നെങ്കിൽ പറഞ്ഞോണം, അറിയാമേലെ ഭാരപ്പെടുവൊന്നും വേണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ ദുഃഖത്തിന്റെ പാനപാത്രം മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞ് ദൈവം തമ്പുരാൻ കൊച്ചുകുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തപ്പോ കൊച്ചുകുഞ്ഞ് ഈ ദുഃഖത്തിന്റെ പാനപാത്രം വാങ്ങി തല്ലിപ്പൊട്ടിക്ക്, അത് എടുത്തെറിയാതെ പള്ളു പറയാതെ അത് വാങ്ങി സന്തോഷത്തോടെ ഹല്ലേലൂയ പാടാൻ കാരണം ഞാൻ ഇന്നാളൊരു അമ്മയോട് ചോദിച്ചു, അതെന്നെ കൊച്ചുകുഞ്ഞ് ഞങ്ങളുടെ പാടാൻ കാര്യം. അപ്പൊ തള്ള പറഞ്ഞു, കൊച്ചുകുഞ്ഞിന് പാട്ടൊത്തിരി അറിയായിരുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞിന്റെ കയ്യിലോട്ട് സർവജ്ഞനായ ദൈവം കൊടുത്തപ്പോൾ ആ പാത്രം വാങ്ങി എതിർക്കാതെ, കൊടക്കാതെ, കയർക്കാതെ, ഉതയ്ക്കാതെ അത് വാങ്ങി സന്തോഷത്തോടെ ഹല്ലേലൂയ പാടി കൊച്ചുകുഞ്ഞ്. പാടാൻ കാര്യം എന്നാന്ന് അമ്മാമ്മയ്ക്ക് ആ പാട്ടറിയാവോ? മൊത്തം ഏറെക്കുറെ. എന്നാ അതിന്റെ ആൻസറും അതിനകത്തുണ്ട്. അതാ, ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല,
ദോഷമായിട്ടൊന്നും എന്നോ എന്റെ ദാതൻ എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ അവൻ അടിച്ചാലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവസ്നേഹത്തെ പറ്റി കൊടുത്തിരിക്കുന്നത് ഈ സ്നേഹം നിത്യസ്നേഹമാണ്. ഇവിടം കൊണ്ട് തീരുന്നതല്ല, ഇത് നിത്യസ്നേഹമാണ്. മാത്രമല്ല തിരുവചനം പഠിപ്പിക്കുന്ന നദി പോലെ ഒഴുകുന്ന സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഏദനിൽ നിന്ന് ഒരു നദി ഒഴുകി. ആ സ്നേഹത്തിന്റെ വിശേഷത അത് 4 ശാഖയായിട്ട് ഒഴുകിയെന്നാ. അവൻ ഭീഷോന്, അവൻ സ്തോത്രം ഹിദ്ദേക്കൽ, ഇങ്ങനെ 4 ശാഖ എന്ന് പറഞ്ഞാൽ ഈ ദൈവസ്നേഹത്തിന്റെ വിശേഷത 4 ദിക്കിലേക്ക് ഒഴുകിയിരിക്കുക. ഒരു വിഭാഗക്കാരെ മാത്രമുള്ള സ്നേഹമല്ല ഇത്. കേരളക്കാരെ മാത്രമല്ല, ഇന്ത്യക്കാരെ മാത്രമല്ല, അവൻ പാകിസ്ഥാനും ഒന്നുമല്ല, ലോകത്തിലുള്ള സകല രാജ്യത്തിലും സകല ദിക്കിലേക്കും ഈ സ്നേഹം ഒഴുകിയിരിക്കുക. അതാണ് യേശുവിന്റെ സ്നേഹം. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ ഇഷ്ടപ്പെടുന്നു, യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ വിടുവിക്കും. വിടുവിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു. അഴമരായ്മതിൽ ആരറിമോ ആയിരം നാവുണ്ട നാലും ഞാനിതു ചൊൽവതിനാമോ ഏതും ഒരംശം ഉരച്ചിടുവാൻ പാരിതിലാർക്കെളുതോ ഏതും ഒരംശം ഉരച്ചിടുവാൻ പാരിതിലാർക്കെളുതോ സ്നേഹമിതാൽച്ചര്യമേ ഓ അതിശയമേ ഓ ചോണിതലേ ഞാനെന്നു പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ചോണിതലേ ഞാനെന്നു പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ദൈവ നിങ്ങളെ കൈയടിച്ച് തെറ്റരുത് മോനെ. ഒന്നാതെ എനിക്ക് പാട്ട് വലുതായിട്ട് അറിയത്തില്ല, താളബോധവും വലുതായിട്ടില്ല. പിന്നെ ജെയ്സൺ ഉള്ളത് കൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അപ്പം ഞാൻ അഥവാ ഒരു അപാകത വരുത്തിയാലും പുള്ളി അത് മാനേജ് ചെയ്യും. അപ്പം നിങ്ങൾ അതിനിടയ്ക്ക് കയറി എന്നാ ഇനി ആ പാട്ട് പാടുന്നില്ല. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ, പാർശ്വങ്ങളിലെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, സഹോദരിക്ക് കസേര ഇല്ലാതെ നിൽക്കുകയാണോ? അല്ല, കസേര ഇല്ലെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ ഒരു 5-6 കസേര കിടപ്പുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത ഇത് നിത്യസ്നേഹമാണ്. ഇവിടുത്തെ സ്നേഹമെല്ലാം കുഴിമാടം കൊണ്ട് തീരുന്നതാണ്. ഭാര്യാഭർത്തൃ സ്നേഹം, മക്കളോടും മാതാപിതാക്കളോടുമുള്ള സ്നേഹമെല്ലാം കുഴിമാടത്തിൽ വരും. ഒടുവില് ഒരു നുള്ളു മണ്ണും, അങ്ങനൊന്നും വ്യവസ്ഥയൊന്നുമില്ല. പിന്നെ ആരാണ്ട് കാണിച്ച് നമ്മളും മണ്ണ് വാരി ജീവിച്ചപ്പോൾ ചെളി വാരി എറിഞ്ഞു, പോകാൻ നേരത്തിര മണ്ണും വാരി, ഇതൊക്കെ നടക്കുന്നത്. അല്ല വേറെ ചെളി വാരി എറിഞ്ഞവനും അന്നാ ഇച്ചിരി പൊടിമണ്ണ് തന്നേരം അതോടെ ഏതായാലും പണ്ടെറിഞ്ഞത് അന്നാ ഇച്ചിരി ഇവിടെ കിടന്നോട്ടെ. സ്തോത്രം, തീർന്നു. പിന്നെ മണ്ണുമൊക്കെ കഴിച്ചാൽ എല്ലാവരും ചെല്ല് പിന്നെ 3-4 കവർ മേടിച്ചോണ്ടും പോകും. അയ്യോ, ഞാൻ എൻ്റെ കണ്ണിന് കണ്ടതാണ്. അത് കഴിഞ്ഞേച്ച് ഞാൻ നടന്നു വന്നപ്പം 2 പേര് വണ്ടിയിലിരിക്കുന്നത് ഞാൻ നോക്കി എന്തോ ഉണ്ട് വെച്ചിട്ട്. അപ്പം നോക്കിയപ്പം ഒരു 5-6 കവറ് വണ്ടിക്കകത്ത് മേടിച്ചിട്ട് എനിക്ക് ഒന്ന് പോകുമ്പം അട്ട് അങ്ങനെയും ഗുണം വരട്ടെ. ഇവിടുത്തെ സ്നേഹമെല്ലാം ഈ കുഴിമാടം കൊണ്ട് നിൽക്കും, നിലയ്ക്കും. എന്നാൽ അവിടുത്തെ സ്നേഹം ഇതുകൊണ്ടൊന്നും നിൽക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്.
അത് നിത്യതയോളം നിലനിൽക്കുന്ന സ്നേഹമാണ്. അതാ നിത്യസ്നേഹം എന്നുള്ള പദം കൊടുത്തിരിക്കുന്നത്. ആ സ്നേഹത്താലാണ് നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ആ സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ സ്നേഹം എത്ര ശ്രേഷ്ഠമാണ്. അത് വിവരിക്കുന്നില്ല കർത്താവിന്റെ മകത്ത്. അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും നമ്മുടെ ദൈവം നമുക്ക് തരികയില്ല. വായിച്ച മോളെ ഒന്നുകൂടെ 13-ാമത്തെ വാക്യം. മൈക്ക് കൂടെ മൈക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നമുക്ക് സഹിക്കാൻ പറ്റാത്തൊന്നും ദൈവം തരികയില്ല. സ്തോത്രം. ആ ഇരിപ്പെല്ലാം കണ്ട എന്നെ പോലെ ഇത് ഫാസ്റ്റേ ഞാനായതുകൊണ്ടാണ് ഇവിടെയും വന്ന് ഇരിക്കുന്നത്. നമുക്ക് തോന്നും നമ്മുടെ വിഷയമായ ഏറ്റവും വലുതെന്ന്. എന്റെ ദൈവമേ, അതിലൊക്കെ എത്രയോ ഭീകരമായ വിഷയങ്ങളിൽ കൂടി അനുഭവിക്കുന്നവരുണ്ട്. എനിക്ക് ഈ പെന്തിക്കോസുകാരുടെ ചിലരുടെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചിരിയും വരും, ഇതുങ്ങളോട് അങ്ങ് അരിശവും വരും. സ്തോത്രം. പാസ്റ്റേ പ്രാർത്ഥിക്കണം. എന്തുവാ, നമ്മളെ വീട് പണിത് മേളത്തെ നില ഇച്ചിരൂടെ പൂർത്തീകരിക്കാനുണ്ട്. അപ്പം മോൻ പറഞ്ഞു ഒരു മുറിയും കൂടെ എടുക്കണമെന്ന്. താമസിക്കുന്ന ആരാ? തള്ളയും തന്തയും. മുറി 4-5 എണ്ണം. അപ്പൊ അതിന്റെ പണി ഇതുവരെ പൂർത്തീകരിച്ചില്ല. തന്നെ അവനെ പറഞ്ഞത് നിലമ്പൂര് തേക്ക് കൊണ്ട് പണിയണമെന്നാ, കട്ടളയും ജനലും എല്ലാം. തേക്ക് ഇതുവരെ കിട്ടില്ല. വിഷയത്തിനൊന്ന് ടെൻഷനാണ്. എടാ വിവരദോഷി, കയറിക്കിടക്കാൻ ഇടമില്ലാതെ കടത്തിണ്ണെ കിടക്കുന്നവനുണ്ടെന്ന് ഓർക്കണം, ഇല്ലേ? അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ കടത്തിണ്ണേൽ കട അടയ്ക്കാൻ അവൻ നോക്കിയിരിക്കുക. അടയ്ക്കുന്നതിന് മുന്നേ കയറി കിടക്കാൻ ഒക്കുകയല്ല. കട അടച്ച് ഷട്ടർ വിട്ട് ഓണർ പോയി കഴിഞ്ഞ് അവൻ പയ്യെ തുണി വിരിച്ച് അങ്ങനെയുള്ളവനുണ്ടെന്ന് ഓർക്കണം. അങ്ങനെയുള്ളവരെ ഓർക്കുമ്പം ദൈവം നിന്നെ എന്ത് ഭദ്രമായിട്ടാണ് നടത്തുന്നത്, ഇല്ലേ? അങ്ങനെ കൊണ്ട് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോ നിനക്ക് ടെൻഷൻ ഇല്ലല്ലോ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ കണ്ട എന്തെങ്കിലും ടെൻഷൻ പറയുമോ? നല്ല ചേലായി, ഒരു ടെൻഷനും ഇല്ല. നാളൊരു തള്ള പറഞ്ഞു, എന്തോ ടെൻഷൻ എടുക്കാൻ, രാവിലെ കുളിയും കഴിഞ്ഞ് പൊത്തവാട്ടിങ്ങനെ നടന്നാ പോരെയെന്ന്. ഞാൻ പറഞ്ഞു, തള്ളേ നിങ്ങൾ വർത്താനം പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അവരുടെ ഡയലോഗ് ചുമ്മാ ഇങ്ങനെ നടന്നാൽ മതിയെന്ന്. പിന്നെ ചുമ്മാ നടന്നാവല്ലോ ഇങ്ങനെ ഒക്കുവോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രശ്നമുള്ളവരാ. പ്രശ്നമില്ലേ? ഇല്ലേ? ഉണ്ട്. ആർക്കാ പ്രശ്നമില്ല? ഒരു പ്രശ്നമില്ലാത്തൊരു കൈപൊക്കിക്ക്. അവരെ കൊണ്ട് ഇന്ന് രാത്രി ഞാൻ പോവുക. അങ്ങനെ ഒരാളെ നോക്കിക്കൊണ്ട് ഞാൻ ഇരിക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരു കാര്യം പറയാ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ നമുക്കൊന്നുമില്ല. നിനക്ക് നിന്റെ മുമ്പിൽ വെക്കുന്ന ഭക്ഷണം കൈകൊണ്ട് വാരി കഴിക്കാമല്ലോ. എത്രയോ 100 കണക്കിന് ആൾക്കാർ മൂക്കിടെ ട്യൂബിട്ട് ലിക്വിഡായിട്ട് കുടിക്കുന്നു. അതോർക്കുമ്പോ നിനക്ക് എന്നാ പ്രശ്നം? അതോർക്കുമ്പോ നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, പറ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതോർക്കുമ്പോ നിങ്ങൾക്ക് ആർക്കും അമ്മാവിക്ക് വല്ല പ്രശ്നം? അതോർക്കുമ്പോ വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. മക്കളില്ലാതെ ഭാരപ്പെടുന്ന എത്രയോ പേരുണ്ട്. വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞിക്കാല് കാണുവാൻ. അപ്പൊ ദൈവം 3 മക്കളെ തന്നില്ലേ? എന്തുവാ പ്രശ്നം? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ആർക്കാ പ്രശ്നം? അങ്ങനെയുള്ളവരെ വെച്ച് നോക്കുമ്പോ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. പാസ്റ്ററെ പ്രാർത്ഥിക്കണം. മോന്റെ കല്യാണമാ. നമ്മൾ വീഡിയോ എടുക്കുന്നവൻ ചിലപ്പം വരുമെന്നാ. തന്നെയല്ല, ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് കരിക്കിനെത്തി പോകണമെന്ന് പറഞ്ഞപ്പം പറഞ്ഞു അത് പൂട്ടി. എന്നാ പിന്നെ കല്യാണിൽ കയറാന്ന് പറഞ്ഞു. അപ്പം മോടെ വീട്ടുകാർ പറഞ്ഞു കല്യാണിൽ വേണ്ട, നമുക്ക് മഹാലക്ഷ്മിക്കകത്ത് ഇതാ ടെൻഷൻ. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ബന്ധുക്കാർ തമ്മിൽ തർക്കമാ. ഒരു ചെറുക്കൻ്റെ വീട്ടുകാർ പറഞ്ഞു കല്യാണം കയറാം, പെണ്ണിന്റെ വീട്ടുകാർ പറഞ്ഞു അത് തർക്കമാ. അതാ ഒരു ടെൻഷൻ. എടാ, ഒരു ജോഡി തുണി മേടിക്കാൻ നിർവാഹമില്ലാതെ ഭാരപ്പെടുന്ന എത്ര എണ്ണമുണ്ട്? അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്നാ പ്രശ്നം, പറ.
പാസ്റ്ററെ പ്രാർത്ഥിക്കണം, ഗസ്റ്റ് വരുന്നുണ്ട്, അവർക്ക് പിന്നെ ഫുഡും ഒക്കെ, എനിക്കാണെങ്കിൽ ഒത്തിരി ടെൻഷനാ, തന്നെയല്ല എനിക്ക് ഒത്തിരി. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാതെ വിശപ്പോടിരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന്, അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്നാ പ്രശ്നമുണ്ട്? ഒരു പ്രശ്നവും ഇല്ല. സ്തോത്രം. നമ്മൾ മറ്റുള്ളവരെയും കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ വേറെ ആരെയും ശ്രദ്ധിക്കുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ ടെൻഷൻ. നമുക്കെല്ലാം സ്വന്തം കാര്യം. പണ്ട് കവി പാടി, തന്റെ കാര്യം അഖിലം നടക്കണം, തന്റെ ഭാര്യയും സുതനും സുഖിക്കണം. എല്ലാവരുടെയും സ്വാർത്ഥ താല്പര്യമാണ്. എന്റെ കാര്യമെല്ലാം നന്നായിട്ട് നടക്കണം, എന്റെ ഭാര്യയും കൊച്ചുങ്ങളും നന്നായിട്ട് സുഖിക്കണം. അത് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. എന്നാൽ അതുകൊണ്ട് തൃപ്തിപ്പെടുകയല്ല. അടുത്തത്, അന്യരൊക്കെയും കിന്നരായി തീരണം. അത് വലിയ അക്രമമാണ്. അപ്പൊ തന്റെ കാര്യം അഖിലം നടക്കണം, തന്റെ ഭാര്യയും സുതനും സുഖിക്കണം. അത് വലിയ കുഴപ്പമില്ല. അടുത്തതാ കുഴപ്പടി, അന്യരൊക്കെയും കിന്നരായി തീരണം, തന്നെ വന്ന് വണങ്ങിയിടണം ദിനം. അത് നല്ല സ്വഭാവമല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പ്രശ്നവും ഇല്ലെന്ന്. ഒരു സെന്റ് ഭൂമിയില്ലാതെ ഭാരപ്പെടുന്ന എത്രയോ ആയിരങ്ങളുണ്ട്, ഇല്ലേ? നിനക്കൊന്ന് വലിയ 5 സെന്റെങ്കിലും ഉണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ നീ ഭാഗ്യവാനും ഭാഗ്യവതിയാ. സ്തോത്രം. അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ ഭാരപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരാ. നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ നിങ്ങൾ ചെല്ലുന്ന വീട്ടിൽ സൗകര്യമില്ലെന്നാ പറയുന്നത്. സൗകര്യം എന്തുവാ ഇല്ലാത്ത? നിങ്ങൾ എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ളവരുണ്ട്. ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പണ്ട് താമസിച്ചവരോട് ഓർത്ത്, അടുക്കള എന്ന് പറഞ്ഞാൽ കിച്ചൺ നിന്ന് തിരിയാൻ ഇടമില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ അടുക്കള എന്ന് പറഞ്ഞാൽ വലിയ ഫുട്ബോൾ കോർട്ടാ. അങ്ങനെയൊക്കെ അങ്ങോട്ട് ചിന്തിക്കേ. സ്തോത്രം. ആ രീതി ചിന്തിച്ചേ നമുക്ക് പ്രശ്നമില്ല. എന്ത് ഭദ്രമായിട്ടാ ദൈവം നമ്മെ നടത്തുന്നത്. കാലുകുത്തി നടന്ന് മേളി നാന്തിലും നടന്ന് ഇവിടെ കയറി ഇരിക്കാൻ ഭാഗ്യം വെക്കുന്നല്ലോ. അനേകര് കിടക്കുക. അവരെ വെച്ച് നോക്കുമ്പോൾ എന്ത് ഭാഗ്യമാ. സ്തോത്രം. സ്തോത്രം. യാതൊരു തടവില്ലാതെയോ ശ്വാസം ഇങ്ങനെ വിടുകയും എടുക്കുകയും ചെയ്യുന്നത്. എത്രയോ പേര് ഓക്സിജൻ കിട്ടാതെ വെപ്രാളപ്പെടുക, കണ്ണുരുട്ടി കിടക്കുക. അത് വെച്ച് നോക്കുമ്പോൾ നിനക്ക് എന്ത് നന്മയാ ദൈവം ചെയ്തേ. അപ്പൊ ഇതൊക്കെ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് ഭാഗം പെടുക. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. അതാ ഇവിടെ വായിക്കുന്ന, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. അടുത്ത വാക്യം, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവിടുന്ന് പോക്കുവഴി ഉണ്ടാക്കും. ദൈവം നിനക്ക് നീക്കുപോക്കുണ്ടാക്കി തരുന്ന ദൈവമാ. ദൈവം നിനക്ക് വിടുതലുണ്ടാക്കി തരുന്ന ദൈവമാ. നാം അറിയാത്ത വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. നീ ഉദ്ദേശിക്കാത്ത മേഖലകളിൽ കൂടി ദൈവം നിന്നെ നടത്തും. അവിടുന്ന് ആടിയിൽ പാറ് കൊടുക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രശ്നമായി തോന്നുന്നതിനെ ദൈവം പരിഹരിച്ചു തരും. പരീക്ഷയോട് കൂടെ പോക്കുവഴി ഉണ്ടാക്കും. ഞാൻ എപ്പോഴും പറയും, മുൻപിൽ ചെങ്കടൽ, ഇരുവശവും വലിയ പർവ്വതം, പുറകെ പറവോന്റെ സൈന്യം വരുന്നു. സെലക്ട് ചെയ്ത 600 ഇരുമ്പരഥങ്ങളുമായിട്ട്. അപ്പൊ ഇസ്രായേൽ മക്കൾ ആദ്യം പുറപ്പെട്ടപ്പോ ഇവൻ തടഞ്ഞില്ല. തടയാഞ്ഞന്റെ കാര്യം, ഇവര് കുഞ്ഞാട് നേർത്ത് ചോരത്തളി ആചരിച്ച് സകലതും എടുത്തുകൊണ്ട് ഇങ്ങനെ യാത്രയായി. ഒരു കുളമ്പ് പോലും ശേഷിച്ചില്ല. മുഴുവൻ ഈ ചെയ്ത ജോലിക്ക് കൂലി കൊടുക്കാതെ കൊണ്ട് കൊള്ളയും കൂടി ഇട്ടാ പോണത്. അപ്പൊ ചോദിച്ചതെല്ലാം പർവ്വം കൊടുത്തു. കാരണം ആദിജാതന്മാര് പടപെടാന്ന് വീഴുക. ഇവൻ അകവാള് വെട്ടിപ്പോയി. അവൻ പറഞ്ഞു മുഴുവൻ കൊടുത്തേക്കാൻ പറഞ്ഞു. കൊള്ളയിട്ടാ ഇറങ്ങിയത്. ഒരു കുളമ്പ് പോലും മിസ്രൈമിൽ അടിച്ച് തൂത്തുവാരിയാ കൊണ്ടുപോകുന്നത്. സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ഇങ്ങനെ, എല്ലാം എടുത്ത് പെട്ടികൾ മേശകൾ കട്ടിൽ ശിശു തൊട്ടിൽ അരികിടും പുട്ടിൽ. അപ്പം പെട്ടി, മേശ, കട്ടില്, ശിശുക്കളെ കടത്തുന്ന തൊട്ടി, അരികിടുന്ന പുട്ടിൽ മുഴുവൻ അടിച്ചു തൂത്തിഞ്ഞു കൊണ്ടുപോകുന്നത്. പെട്ടികൾ മേശകൾ കട്ടിൽ ശിശു തൊട്ടിൽ അരികിടും പുട്ടിൽ, ചട്ടി മരം കല്ലം കൊട്ട പിന്നെ ചട്ടറ്റ വേലകൾ കൂട്ടി,
അട്ടിയടുക്കി ശകടത്തിന്റെ തട്ടു തകരുമെന്നോണം പെട്ടികൾ മേശകൾ കാട്ടിൽ ശിശു തൊട്ടിൽ അരിയിടും പുട്ടിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതെല്ലാം കൂടെ എടുത്തോണ്ട് തൂത്തിഞ്ഞു പോന്നു. പെട്ടിയും കുട്ടിയും മട്ടിയും ചട്ടിയും പട്ടിയും തൊട്ടിയും എന്ന് വേണ്ട സകലതും തൂത്തിഞ്ഞു കൊണ്ടുപോകുന്നു. അപ്പൊ ഇവര് വന്ന് ചെങ്കടൽ തീരത്ത് വന്ന് നിൽക്കുക. മുൻപിൽ ചെങ്കടൽ, ഇരുവശവും പർവ്വതം. പുറകോട്ട് നോക്കിയപ്പോ പർവ്വതം വരുന്ന. അപ്പൊ ആദ്യം വരാഞ്ഞ് എന്നാന്ന് ചോദിച്ചാൽ ഇവരിങ്ങോട്ട് പോകുന്നപ്പോ അവിടെ ശവോടൊക്കെ നടത്തുക. എവിടെ? മിസ്രയീമിൽ. ഇവര് ജയത്തിന്റെ പാട്ട് പാടി ഇങ്ങോട്ട് പോന്നപ്പോ അവിടെ ശവോടൊക്കെ. അതുകൊണ്ടാണ് പുള്ളി ആദ്യം ഇറങ്ങാഞ്ഞത്. അവനും ചിന്തിച്ച് കാണും ആദ്യം ശവോടൊക്കെ അങ്ങ് നടക്കട്ടെന്ന്. നിങ്ങളാട്ട സംഖ്യാപുസ്തകം മോളെ 33-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യം വായിച്ചേ. അഹരോന്റെയും കൈകീഴിൽ ഗണം ഗണമായി മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങൾ ആവിത്. മോശെ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതി വെച്ചു. താവളം താവളമായി അവർ ചെയ്ത പ്രയാണങ്ങളാവിത്. 1-ാം മാസം 15-ാം തീയതി അവർ റമസേസിൽ നിന്ന് പുറപ്പെട്ടു. പിന്നെ പെസഹ കഴിഞ്ഞ പിറ്റേനാൾ, കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം 14-ാം തീയതി ആണല്ലോ പെസഹ. 15-ൽ അവർ പുറപ്പെട്ടു. പിന്നെ ഇസ്രായേൽ മക്കൾ എല്ലാം മിസ്രയീമ്യരും ഇസ്രായേൽ മക്കൾ എല്ലാവരും മിസ്രയീമ്യര് കാണെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. അടുത്തത് മിസ്രയീമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെ എല്ലാം കുഴിച്ചിടുകയാണ്. അവിടെ ശവോടൊക്കെ നടക്കുക. ഇവര് ജയത്തിന്റെ പാട്ട് പാടി ഇങ്ങോട്ട് പോന്നപ്പോൾ അപ്പറ ശവോടൊക്കെ. ഇവര് പാട്ട് പാടിയത് ജയത്തിൻ കോശം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. അപ്പൊ ഈ പാട്ട് പാടി ഇവരിങ്ങോട്ട് പോന്നപ്പം അവിടുത്തെ പാട്ട് ഏതാ? പാടിക്കോ, ജാഗത്തൊന്നുമില്ല. ഇങ്ങനെ ചെയ്യാതിരിക്കുന്ന നല്ലത്. സ്വർഗയാത്ര. അപ്പൊ ശ്രദ്ധിക്കുക, മിസ്രയീമിനെ അവിടെ ശവസംസ്കാരം നടത്തുക. എന്തിനറിയാതെല്ലാം കഴിഞ്ഞ് ഇസ്രായേൽ മക്കളുടെ പിന്നാലെ പാഞ്ഞു വന്നു. അപ്പോൾ ഈ ഇങ്ങനെ പാഞ്ഞു വന്നപ്പോൾ മുൻപിൽ ചെങ്കടൽ, ഇരുവശവും പർവ്വതം. ഇസ്രായേൽ മക്കൾ തലപൊക്കി നോക്കിയപ്പോൾ ഫറവോന്റെ സൈന്യം വരികയാണ്. പരീക്ഷയോടുകൂടെ പോക്ക് വഴിയുണ്ട്. പരീക്ഷയോട് കൂടെ നിനക്ക് പോക്ക് വഴിയുണ്ടെന്ന് അവര് തലപൊക്കിയപ്പോൾ ഫറവോന്റെ സൈന്യം വരുന്ന. ഇസ്രായേൽ ഭാരപ്പെട്ട് നിലവിളിച്ചു, വല്ലാതെ പ്രശ്നം. അപ്പോൾ ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, ഇസ്രായേലിനോട് മിണ്ടാതിരിക്കാൻ പറയി. വിശ്വാസമില്ലാത്തവൻ മിണ്ടാതിരിക്കുന്നതാ നല്ലത്. നീ ഉമ്മ ചപ്രാത്തി അടിക്കരുത്. മിണ്ടാതെ ഏതെങ്കിലും മൂല ഇരുന്നേച്ച് പൊക്കോണം. വിശ്വാസമുള്ളവരെ പറയാവുള്ളൂ. ചുമ്മാ അവിശ്വാസത്തിന്റെ വാക്ക്, നിരാശയുടെ വാക്കൊന്നും നീ പറയരുത്. ദൈവം പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറ. വായിച്ചേ മോളെ 14:13 പുറപ്പാട്. പിന്നെ അവിടെ എന്തിയോ അതൊക്കെ എഴുതിയേക്കുന്നേ. തലേ തുണിയും കൂടെ ഇട്ടോ. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പി, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളു. അടുത്ത വാക്യം, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുക. അടുത്തത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അടുത്തത്, നിങ്ങൾ മിണ്ടാതിരിക്കുക. അതല്ലേ വിഷയം. നിങ്ങളെ വായും ചുണ്ടും അടങ്ങിയിരിക്കുക. നീ അവിശ്വാസത്തിന്റെ വാക്ക് പറയാതെ, നിരാശയുടെ വാക്ക് പറയാതെ, പരാജയത്തിന്റെ വാക്ക് പറയാതെ മിണ്ടാതിരിക്കുക. നീ വിശ്വാസത്തിന്റെ വാക്ക് പറ. എന്റെ ദൈവം എന്നെ വിടുവിക്കും, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കും, എന്റെ ദൈവം എന്നെ രക്ഷിക്കും. ശത്രുവിന്റെ കയ്യിൽ ദൈവം എന്നെ വിട്ടുകൊടുക്കത്തില്ല. എന്റെ പ്രശ്നങ്ങൾക്ക് എന്റെ ദൈവം പരിഹാരം തരും. ഞാൻ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വാസത്തിന്റെ വാക്ക് പറ. ഈ രോഗം സൗഖ്യമാകും, ഈ പ്രശ്നം മാറും, ഈ പ്രതികൂലം മാറും, ഈ വിഷയത്തിന് ദൈവം പരിഹാരം തരും. വിശ്വാസത്തിന്റെ വാക്ക് പറ. വിശ്വാസത്തിന്റെ വാക്ക് പറ. വിശ്വാസം പറ. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയത്തെ ശാസിക്ക്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ.
ഈ ദൈവമക്കളുടെ നാവിൽ നിന്ന് വിശ്വാസത്തിന്റെ വാക്കേ പറയാവൂ. ഒരു രോഗി നമ്മുടെ അടുക്ക വന്നു, രോഗമെല്ലാം കൂടെ നമുക്ക് മെഡിക്കൽ കോളേജിലോട്ട് പോകാം, അതാണോ പറയണ്ടേ? കൂട്ടാളിലേക്ക് പ്രാർത്ഥിക്കാം, യേശു സൗഖ്യമാക്കും. ഇത് അതല്ലല്ലോ പറഞ്ഞ ഉടനെ പറഞ്ഞ് നമുക്ക് മുത്തൂറ്റ് പോകണോ അതോ ലക്ഷറി പോകണോ? രോഗിയായിട്ട് വന്നവനോട് ചോദിക്കുക. ഞാൻ പറയും ലക്ഷോറിൽ എങ്ങനെ? ലക്ഷോറിൽ ഡോക്ടർ ചാൻഡി ഉണ്ട്. നീ ചാൻഡിയുടെയും കീണ്ടിയുടെയും കാര്യം പറയാതെ യേശുവിന്റെ കാര്യം പറ. യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ രക്ഷിക്കും. വിശ്വാസത്തിന്റെ വാക്ക് പറ. സ്തോത്രം. ഇത് നിന്റെ പൊന്നും കൊടുത്ത വാ തുറന്ന ഞാൻ ഈ അവിശ്വാസമുള്ളവൻ പറയുന്നത് ഞാൻ മൈൻഡ് ചെയ്യരുത്, ശ്രദ്ധിക്കുകയല്ല. പിന്നെ അവനോട് കൊടുക്കാനൊക്കാത്ത കൊണ്ട് ഞാൻ അന്നേരം വേറെ കാര്യം ശ്രദ്ധിക്കും, മൈൻഡ് ചെയ്യത്തില്ല. എന്നാൽ വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നവനോട് ഞാൻ കൂടുതൽ അടുക്കും. അങ്ങനെ ജ്ഞാനിയോട് കൂടെ നടന്നാൽ നീ ജ്ഞാനിയാകുമെന്നാ. വിശ്വാസമുള്ളവന്റെ കൂടെ നടന്നാൽ നിനക്കും വിശ്വാസം വർദ്ധിക്കും. നിരാശ, അവിശ്വാസവും പരാജയവും പണ്ടപ്പരപ്പും പറയുന്നതിന്റെ കൂടെ നടന്നാൽ നിന്റെ ഉള്ള വിശ്വാസവും കൂടെ പോകും. അവനൊന്ന് കൈ കൊടുത്തങ്ങ് വിട്ടേക്കണം. അവനെ വണ്ടിയിലും കയറ്റരുത്. കയറ്റിയ അവൻ സ്തോത്രം. വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ദൈവം നിനക്ക് ദോഷമൊന്നും വരുത്തുകയല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ പറഞ്ഞ് ജനത്തോട് മിണ്ടാതിരിക്കാൻ പറ. നാവടക്ക്. എന്നിട്ട് ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞ് ജനത്തോട് നാവടക്കാൻ പറ. ഈ പരാജയം ഒന്നും വിളിച്ചു പോവരുത്. കനാൻ ദേശം ഒത്തു നോക്കാൻ പോയിച്ചു വന്ന് 10 എണ്ണം എന്നതാ പറഞ്ഞത്. അയ്യോ, മുഴുവൻ പണ്ടപ്പരപ്പല്ലേ പറഞ്ഞു. മോശ പറഞ്ഞു നമുക്ക് സാക്ഷ്യം കേൾക്കാം. ഓരോരുത്തർ എഴുന്നേറ്റ് പറഞ്ഞു ദേശമൊക്കെ നല്ലതാ ഞങ്ങൾ കണ്ടു, പക്ഷെ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും അതായി വായി നിറങ്ങുന്നത്. ഒരുത്തൻ പറഞ്ഞു അവിടെ തൽമായിയെ കണ്ടേച്ചാ ഞങ്ങൾ വന്നത്, അതിന്റെ വെപ്പറാളം ഇതുവരെ മാറിയിട്ടില്ല. ഉടനെ അപ്പറയൊന്നും പറഞ്ഞു ഞങ്ങൾ ശേഷായിയെ കണ്ടു, അത് കണ്ടേ പിന്നെ നെഞ്ചിന് ഇടിപ്പ് കൂടുന്നു. 72 ഇപ്പൊ ഒരു 92ഓളം വരുന്നു, പ്രാർത്ഥിക്കണം. ഉടനെ ഒരുത്തൻ പറഞ്ഞു ഞങ്ങൾ അവരുടെ മുമ്പിൽ വെട്ടുകിളിയെ പോലെ തോന്നി. അപ്പം വേറൊരുത്തൻ പറഞ്ഞു മിക്കവാറും നമ്മളെ നക്കിക്കളയാൻ സാധ്യത ഉണ്ട്. ഒരുത്തൻ പറഞ്ഞു നമ്മളെ തിന്നു കളയുന്ന ജാതിയാണ്. കണ്ടേച്ച് വന്ന് ഇതെല്ലാം വായി വിളിച്ചു പോകുന്നത്. അന്നേരം ദൈവത്തിനും അങ്ങ് ദൈവം പറഞ്ഞു ഈ അവിശ്വാസവും നിരാശയും പരാജയം പറഞ്ഞ ഒറ്റ ഒരുത്തൻ കനാനി ചെല്ലുകയെന്ന് പറഞ്ഞു. ഒറ്റ ഒരുത്തൻ ചെല്ലുകയല്ല. അവിശ്വാസമുള്ള ഒറ്റ ഒരുത്തൻ ചെല്ലുകയല്ല. ദൈവം തമ്മിൽ സത്യം ചെയ്തെന്നാ വായിച്ചേ. 95 സങ്കീർത്തനം 10 വാക്യം. സങ്കീർത്തനം 95ന്റെ 10. പെട്ടെന്ന്. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തോടെന്നും പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. കണ്ടോ, അവിശ്വാസത്തിന്റെ നിരാശകളുടെയും കാര്യങ്ങൾ പറഞ്ഞപ്പോ തമ്പുരാൻ പറയാ 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഈ സങ്കീർത്തനം 95ന്റെ 10 തെറ്റിപ്പോകുന്ന ഹൃദയമെന്ന അങ്ങനല്ലേ മോളെ? തെറ്റിപ്പോകുന്ന ഹൃദയം. എന്നാൽ ഈ വിഷയം എബ്രായ ലേഖനക്കാരൻ പറഞ്ഞിരിക്കുന്നത് തെറ്റിപ്പോകുന്ന ഹൃദയം എന്നാന്നേലും കുറച്ചുകൂടെ വിശദീകരിച്ചു. എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയം, വല്ലപ്പോഴും അല്ല, എപ്പോഴും. വായിച്ചേ മോളെ 3:7 മുതൽ. എബ്രായ ലേഖനം 3:7 മുതൽ വായിച്ചേ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. പിന്നെ 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ. ഹൃദയം ഉണ്ടോ? 95 സങ്കീർത്തനത്തിൽ തെറ്റിപ്പോകുന്ന ഹൃദയം എന്ന
ഇത് നന്നായിട്ട് അപഗ്രഥിച്ചു പൗലോസ് പറയാ, തെറ്റിപ്പോകുന്ന ഹൃദയം ശരിയാ, പക്ഷെ എങ്ങനെയാന്ന് എപ്പോഴും അങ്ങ് തെറ്റിപ്പോവുക. യോഗത്തിന് ഇരിക്കുമ്പോൾ മാത്രം തെറ്റാതെ 2-2.5 മണിക്കൂർ ഇരിക്കും. ഇത് കഴിയുമ്പം എപ്പോഴും അങ്ങ് തെറ്റുക. അവിശ്വാസവും നിരാശയും പറയരുത്. ദൈവമക്കൾ വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ഞാന് അങ്ങനെയൊക്കെ ചെയ്യും. നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചുമ്മാ നടക്കുമ്പോൾ ഓരോ വീടൊക്കെ ചൂണ്ടി യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. എടാ, നമ്മുടെ സഭയെ വന്നില്ലേലും ഏതേലും സഭയെ ചെല്ലുമെന്ന് എല്ലാം കൂടി ഇങ്ങോട്ട് തന്നെ വരണമെന്ന് തന്നെ എത്ര നിർബന്ധം. ഈ ഇരിപ്പായിരിക്കുന്നെങ്കിൽ അധികം വരാതിരിക്കുന്നത് വാ. സ്തോത്രം. അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദേശം കൈയടക്കണം. വ്യക്തികളെ ചൂണ്ടി പ്രാർത്ഥിക്കണം യേശുവിന്റെ നാമത്തിൽ. കുടുംബങ്ങളെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ വിശ്വസിച്ചങ്ങോട്ട് പ്രവർത്തിച്ച് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വിശ്വാസത്തിന്റെ വാക്ക് പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം തമ്പുരാൻ അതുകൊണ്ട് ആ മോശ മുഖാന്തരം പറഞ്ഞു, മിണ്ടാതിരിക്കാൻ പറ. എന്നിട്ട് ദൈവം പറയാ, പരീക്ഷ കൂടെ പോക്ക് വഴി തമ്പുരാൻ മോശയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, നീ പതറുകൊന്നും വേണ്ട, നിന്റെ കയ്യിലുള്ള വടിയുണ്ടല്ലോ, ഉണ്ട്, വടിയെടുത്ത് ചെങ്കടലിന്മേൽ നീട്ടിക്കേ. മോശ വടിയെടുത്ത് ചെങ്കടലിന്മേൽ നീട്ടി. പരീക്ഷയോടുകൂടെ പോക്ക് വഴിയാ, വലിയ പരീക്ഷയാ. അപ്പൊ ഇവര് ഒത്തിരി അഭിപ്രായമൊക്കെ പറഞ്ഞു. മിസ്രൈമി ശവക്കോട്ടയില്ലാട്ടാണോ നമ്മളെ ഇങ്ങോട്ട് കൊല്ലാൻ കൊണ്ടുവന്നതാണോ? ചിലരോട് നമ്മൾ സുവിശേഷമൊക്കെ പറഞ്ഞാൽ ഒടുവിൽ അവർ പറയാം, അതൊക്കെ ശരിയാ, പക്ഷെ സെമിത്തേരി ഉണ്ടോ? ചാകാൻ വരുവാന്ന്. എടാ, കുണപ്പെട്ടവനെ വീടിന്റെ മുറ്റത്ത് കുഴിച്ചിട്ടാലും കാകളൊന്നും നിൽക്കുമ്പോ ഉയർത്തു വരും. ഉയർത്തു വരും. പിന്നെ ഈ സെമിത്തേരി തന്നെ വേണമെന്ന് ഈ ശടിക്കുന്നത് എന്നാ വെച്ചാൽ പള്ളി വിട്ടു പോകുന്നതിന്റെ ബന്ധനം ഇപ്പോഴും കിടക്കുക. അതാ നീ ഇതിന് കിടന്ന് ഈ കടിപിടി കൂട്ടുന്നത്. യോജിച്ചാലും യോജിച്ചില്ലേലും പറയാം, 5 സെന്റ് ഉള്ളെങ്കിലും കുണപ്പെട്ടവനെ മുറ്റത്ത് കുടിച്ചിട്ടാലും അവൻ കാകളൊന്നും നിൽക്കുമ്പോൾ ഉയർത്തു വരും. കുണം പിടിക്കാത്തവനെ കുമ്പനാട്ട് കൊണ്ടുടക്കിയാലും വരും. ഒടുവിൽ സമുദ്രം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ആ സമയത്ത് വരും. പാതാളവും മരണം അറിയാമല്ലോ, അന്ന് വരും. ഏത് സിംഹാസനം? പക്ഷേ തെസ്സലോനിക്കർ 4:16 വെളിച്ചത്തിൽ ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ കുണപ്പെട്ടവൻ എവിടെ കിടന്നാലും ഉയർത്തു വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും വിഷയമല്ല. ഞാനെപ്പോഴും പറയും, പണ്ട് തീരദേശത്തൊരു അപ്പച്ചനുണ്ടായിരുന്ന പാപ്പു അപ്പച്ചൻ വിശ്വാസത്തിന് വേണ്ടി നിന്നു. ഭയങ്കര പ്രശ്നമുണ്ടായി, ഭയങ്കര പ്രശ്നം. ഞാൻ എപ്പോഴും പറയുന്നതാ, അവിടെ ഒന്നും പെന്തിക്കോസുകാരില്ല, ദൈവമക്കളില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു, അടക്കാൻ അനുവദിച്ചില്ല. ഒരു കുഞ്ഞുങ്ങളെ ആ ദേശത്ത് കയറ്റിയില്ല. ആ പാപ്പു അപ്പച്ചൻ ഒറ്റയ്ക്ക് ഭാര്യയുടെ ഡെഡ് ബോഡി എടുത്ത് കടത്തീരത്ത് നിന്ന് മണ്ണ് മാന്തി അവിടെ അടക്കി. പക്ഷെ വിശ്വാസത്തിന് പിന്മാറിയില്ല. ഇപ്പൊ നിങ്ങൾ ആ തീരദേശത്ത് നിന്ന് എത്ര സഭകളാ, എന്തും വേണ്ട ദൈവമക്കളാ. എന്റെ ഭാഷ പറഞ്ഞ മുട്ടിന് സഭയാ. ഈ മാർഗത്തിന് വേണ്ടി നീ ധീരതയോടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവർ ചോദിക്കുക, ഞങ്ങൾക്ക് അടക്കാൻ എവിടാന്ന്? മിസ്രൈമി ശവക്കുഴിനായിട്ടാന്ന് ഞങ്ങളെ ഇങ്ങോട്ട്. ഈ വലിയ വലിയ അടക്കമൊക്കെ ആർഭാടമായ അടക്കമെല്ലാം മിസ്രൈമിന്റെ അടക്കമാണ്. സ്തോത്രം. പിന്നെ ഇപ്പോഴത്തെ അടക്കത്തെ പറ്റിയൊന്നും ഞാൻ അധികം പറയുന്നില്ല. എന്തിനാ വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നത്? ഉടനെ എങ്ങും അടക്കത്തുമില്ല. എല്ലാവരും വരാൻ ഇങ്ങനെ നോക്കിയിരുന്ന്, പിന്നെ നേതാക്കന്മാർ വരണം, പിന്നെ എന്തായാലും ഒത്തിരി ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, അടക്കത്തിനാണെങ്കിലും പാട്ടുകാർക്കെല്ലാം കോൺട്രാക്ട് കൊടുക്കുക. നമ്മൾ കുളിച്ചൊരുങ്ങി എല്ലാം റെഡിയായി എല്ലാം ഇങ്ങനെ ഇരുന്നാൽ മതി, അവരതെല്ലാം ചെയ്തോളും. പിന്നെ പോകാൻ നേരത്ത് പിന്നെ ഇപ്പം ജോസ് ആണെങ്കിൽ എല്ലാം നമ്മളൊന്ന് യത്ത് കൊടുത്താൽ മതി. നമ്മുടെ കലയപുരത്ത് ജോസ് എന്തുവാ, ആംബുലൻസ് ഉണ്ട്, ജോസ് തന്നെ പാടും, പിന്നെ പെട്ടി കൊണ്ടുവരും, പന്തലുണ്ട്, കസേര, മൈക്ക് എല്ലാം ഉണ്ട് ജോസിൻ്റെ. നമ്മളൊന്ന് കണ്ണടച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലായില്ല? പിന്നെ ഇതിപ്പം കോൺട്രാക്ട് ബേസിൽ എടുക്കുക. ഒരു എമൗണ്ട് നമ്മൾ കരയുകയാണെങ്കിൽ കരയുക, ചിരിക്കുകയാണെങ്കിൽ
ചിരിക്കുക. ഡ്രസ്സും ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഫ്രണ്ടിൽ ഇരിക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ പണി അത്രേ ഉള്ളൂ. പോട്ടെ, ഇത് എല്ലാം ഒരു ആർഭാടമായി തീർന്നിരിക്കുക. അപ്പൊ ഇവര് പറയാം, മിസ്രയീമിൽ ശവക്കുഴിയിനായിട്ടാണ് ഞങ്ങള് ഇങ്ങോട്ട്. ഇങ്ങനെ ഒത്തിരി ആവശ്യമില്ലാത്ത അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞപ്പോ തമ്പുരാൻ മോശയോട് പറഞ്ഞ് കയ്യിലുള്ള വടി ചെങ്കടലിൽ നീട്ടാൻ പറഞ്ഞു. മോശ തന്റെ കയ്യിലുള്ള വടി ചെങ്കടലിന്മേൽ നീട്ടി. ഏതാണ്ട് 75-100 അടി കനത്തിൽ വെള്ളം കിടക്കുക. 75-100 അടി കനത്തിലാ വെള്ളം കിടക്കുന്നത്. ആ ചെങ്കടലിന്മേൽ മോശ വടി നീട്ടി. അവിശ്വാസമുള്ളവനും ഗുണപ്പെടാത്തവനെല്ലാം പുറകെ നിൽക്കുക. നമ്മൾ വല്ലവരും ഉണ്ടായിരുന്നേ പറഞ്ഞാൽ ഇയാൾക്ക് എന്നാത്തിന്റെ ദീനമാ, പറവവും പിന്നാലെ പിടിക്കാൻ വരുമ്പോ ഇയാള് കമ്പുമായിട്ട് നിൽക്കുക. നമ്മൾ വല്ലവരും ഉണ്ടായിരുന്ന എന്തെല്ലാം ഡയലോഗ് പറഞ്ഞു. നമ്മുടെ കമ്മിറ്റിക്കാരാന്ന് പറയാം, ആ കമ്പ് പിടിച്ചു മേടിച്ച് അയാളുടെ തല തല്ലി പൊട്ടിക്കടാ, ചെകുത്താൻ പുറകെ പിടിക്കാൻ വരിക. അന്നേരം ഇയാള് കമ്പ് നീട്ടിക്കൊണ്ട് ഇയാൾ എന്നാ കോൽക്കളി നടത്താൻ പോവാന്നു കൊണ്ട് ഒരുത്ത പറയാം, അയാൾക്ക് പണ്ട് മുതലേ ഉള്ളത് ആ കമ്പ് കറക്ക്. മനുഷ്യൻ തീ നിന്ന് നിൽക്കുക, അന്നേരം അയാള് കമ്പ് കറക്കുക. അപ്പം ഒരുത്തൻ പറഞ്ഞു, അയാളെ ആദ്യം പിടിച്ച കടലിലോട്ട് ഇടറാ. നമ്മളാണ് എന്തെല്ലാം വകുപ്പ് പറയും. സ്തോത്രം. മോശ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, വടി നീട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ കുണം പിടിക്കാത്തവന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒരു കിളവൻ ഒരു ഉണക്കക്കമ്പം പിടിച്ചോണ്ട് നിൽക്കുന്നു. ഏതാ? കുണം പിടിക്കാത്തവന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോ. ദൈവമായിട്ട് ബന്ധമില്ലാത്തവന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ, ജഡീകന്റെ പ്രാകൃതന്റെ വാവിഷ്ഠാനക്കാരന്റെ ഗുണപ്പെടാത്തവന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒരു കിളവൻ ഒരു ഉണക്കക്കമ്പം പിടിച്ചോണ്ട്, ഇയൊക്കെ എന്നതിന്റെ ദീനമായി ഇങ്ങനെ നിൽക്കുക. ചെകുത്താൻ പുറകെ വരുന്ന പിടിക്കാൻ. അവൻ വരുന്ന എങ്ങനെയാന്ന് 15-8 വായിച്ചേ മോളെ, 9 വായിച്ചോ. പുറപ്പാട് 15-9. ചെകുത്താൻ വരുന്ന എന്തിനാണ്? ഞാൻ പിന്തുടരും, പിടിക്കും. ഞാൻ പിന്തുടരും, പിടിക്കും. പർവ്വം പറഞ്ഞു വരിക, ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, പിന്നെ കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തിയാക്കും. ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. അപ്പൊ ഫറവോൻ ഇത് പറഞ്ഞുകൊണ്ട് വരിക, ഞാൻ പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും, എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ഫറവോൻ പുറകെ വരുമ്പം വല്യപ്പൻ താണ്ട കണ്ണും അടച്ച് കമ്പും പിടിച്ചോണ്ടിരിക്കുന്നു. Mama belam tu dia ya bendan ya goba, mama belam tu dia ya bendan ya goba, mama belam tu dia ya bendan ya goba, mama belam tu dia ya bendan ya goba. Ayabanenikulla രക്ഷയും ദൈവവുമാം അകയാലവനൊരു വാസസ്ഥലം ചമയ്വേൻ. പിതൃദേവനവൻ ഞാനവനെ പുകഴ്ത്തി പാടും, പരമനു പരിചോടു ഞാൻ വരും അവനു സദതം ജയ പാടും, പരമനു പരിചോടു ഞാൻ. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും, പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും, പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും, പിടിക്കും. വിദ്രുതമപകൃതം ഭദ്രം ഞാൻ ഭാഗിച്ചിടും, തൃപ്തിപ്പെടുമെന്നാൽമ വസ്ത്രയെ കൊണ്ടുമുടൽ. ഉത്തരിച്ചൻ വാളാൽ ഞാൻ നിഗ്രഹിക്കും, അവരെ പാടും, പരമനു പരിചോട് ഞാൻ വരും അവനു സതതം ജയ പാടും, പരമനു പരിചോട് ഞാൻ. ഓടും വാജിക സതിയോടോ കൂടവേ കടലൂടെ തള്ളി തന്റെ ജസോടെ പ്രബല
ഇഷ്ടപ്പെട്ട പാടും പരമനു പരിചോട് ഞാൻ വാഴു അവനു സതതം ജയ പാടും പരമനു പരിചോട് ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, പിശാച് പുറകെ വരിക. 15:9 ഞാൻ പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും, എന്റെ ആശയം അവരാൽ പൂർത്തീകരിക്കും. എന്റെ ഭാഷ പറഞ്ഞ ചെകുത്താൻ ഇതും പറഞ്ഞാ പുറകെ വരുന്നത്. അന്നേരം കൊണപ്പിടിക്കാത്തവൻ ആ കൂടെ നിൽക്കുന്ന പറയാ, എടാ ചെകുത്താൻ പിടിച്ചു കൊല്ലാൻ വരിക, മുമ്പിൽ ചെങ്കടല്. അന്നേരം ഈ കിളവൻ കമ്പും പിടിച്ചോണ്ട്, ഇയൊക്കെ എന്നാത്തിന്റെ ദീനമാ, മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുവന്നതാ. പിന്നെ നമ്മൾ പറയുന്നതൊന്നും പൊതുവി പറയാനും ഒക്കത്തില്ല. പക്ഷേ ആത്മക്കണ്ണ് തെളിഞ്ഞവന്റെ കാഴ്ച വേറെയാ. ഗുണം പിടിക്കാത്തവൻ നോക്കിയപ്പോൾ കിളവൻ ഉണക്കക്കമ്പും പിടിച്ച് നിൽക്കുന്നു. ആത്മക്കണ്ണ് തെളിഞ്ഞവൻ പറഞ്ഞ എന്നാന്നറിയാമോ? വായിച്ച യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ആത്മക്കണ്ണ് തെളിഞ്ഞവൻ എന്തുവാ എഴുതി വെച്ചേക്കുന്നേ? യെശയ്യാവ് 63:12. വായിച്ചേ മോളെ. തന്റെ മഹത്വമുള്ള ഭുജം, തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി. മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി. മതി. മോശ വടിയും പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അദൃശ്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയുടെ മീതെ എന്നെന്ന് മനസ്സിലായോ? നമ്മുടെ കുണം പിടിക്കാത്തവൻ നോക്കുമ്പം വല്യപ്പൻ ഉണക്കക്കമ്പ് പിടിച്ച് നിൽക്കുന്നതേ കാണുമ്പോൾ, പക്ഷെ ആത്മക്കണ്ണ് തെളിഞ്ഞവൻ നോക്കിയപ്പോൾ മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം എന്ന് പറഞ്ഞാൽ നീ ഒറ്റയ്ക്ക് കൊള്ളായിരിക്കും കരമുയർത്തി പ്രാർത്ഥിക്കാൻ നിന്റെ വീട്ടിൽ, പക്ഷേ നിന്റെ കൈക്ക് മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. സഭയ്ക്കകത്ത് 4-5 പേരോ കാണുമ്പോൾ കരമുയർത്തി പ്രാർത്ഥിക്കാൻ അതങ്ങനെ, പക്ഷെ അവരുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. ദേശത്തിന് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കാൻ ചിലരെ കാണുമ്പോൾ നിരാശപ്പെടരുത്, നിന്റെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. ഹല്ലേലൂയ. മോശ വലങ്കൈ നീട്ടിയപ്പോൾ മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം വന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദൈവം ചെയ്തത് ഈ 75-100 അടി കനത്തി വെള്ളം കിടക്കുക. നിങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ അവിടെ ഒരു ഉഷ്ണക്കാറ്റടിപ്പിച്ചെന്ന ഉഷ്ണക്കാറ്റ്. വേദപുസ്തകത്തിൽ പല കാറ്റുണ്ടല്ലോ. കൊടുങ്കാറ്റ്, ഈശാനമൂല, തെന്നിക്കാറ്റ്, വടതിക്കാറ്റ്, തെക്കൻ കാറ്റ്, മന്ദമാരുതൻ, കൊടുങ്കാറ്റ്, പെരുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, ഇങ്ങനെ പല കാറ്റുകളുണ്ട്. ഈ കാറ്റ് എന്തുവാന്നുള്ളത് വേറൊരു വാക്യം, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജാലിക തന്റെ ശുശ്രൂഷകന്മാരുമാക്കും. അപ്പൊ ആ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ചില കാറ്റ് ദൈവദൂതനാണ്. അപ്പൊ യെശയ്യാവ് കൊടുത്തിരിക്കുന്ന ഉഷ്ണക്കാറ്റ് അടുപ്പിച്ചെന്ന. അപ്പോൾ 75-100 അടി കനത്തി വെള്ളം കിടക്കുന്ന മോശ വടിയും പിടിച്ചിങ്ങനെ നിൽക്കുന്നു. യഹോവയുടെ മഹത്വമുള്ള ഭുജം വെളിപ്പെട്ടു. അപ്പൊ സ്വർഗത്തിൽ കൗൺസിൽ കൂടി വെച്ച് ദൈവം ഒരു ദൂതനെ ഇഞ്ഞ് വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഒരു ദൂതനെ വിളിച്ചേച്ച് ദൈവം പറഞ്ഞു, നീ ആ ചെങ്കടലിലോട്ട് ചെല്ലണം. അപ്പം ചെങ്കടല് ഇങ്ങനെ വായും പിളർന്ന് നിൽക്കുക, ഇസ്രായേലിനെ വിഴുങ്ങാൻ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ വിഴുങ്ങാൻ ചെങ്കടല് വായും പിളർന്ന് നിൽക്കുക. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മിസ്രയീം കടലിന്റെ നാവിന്, അങ്ങനെ എഴുതിയേക്കുന്നത്, മിസ്രയീം കടലിന്റെ നാവ്. അപ്പൊ അതൊരു വ്യക്തിയെ കാണിക്കുന്നതാ. നിങ്ങൾ ഈ ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ ഓരോന്നിനും ഓരോ ദൈവമുണ്ട്. അഗ്നിക്കൊരു ദൈവമുണ്ട് അനലൻ, വായുവിനൊരു ദൈവമുണ്ട് വായു ഭഗവാൻ, പിന്നെ വെള്ളത്തിന് ഒരു ദൈവമുണ്ട്, അത് വരുണൻ. പണ്ട് സ്കൂളിൽ പഠിച്ചില്ലേ, കാർത്തിക വീര്യാർജുനൻ ഉണ്ടായിരുന്നെന്നാ. ഓ, അതെല്ലാം ബന്ധനങ്ങളാണല്ലോ അല്ലേ. ആയിക്കോട്ടെ, ഓരോന്നിനും ഓരോ ദൈവങ്ങളായിട്ടാണ്. അതാ രാമപുരത്ത് വാര്യര് പണ്ട് പാടി, മൂർത്തി 3 മുക്കോടി ദേവന്മാരും ഇന്ന് മൂർത്തിയായി മുപ്പാരിനു വിളക്കുമായി മാർത്താണ്ഡാക്കിയായിരിക്കും പ്രത്യക്ഷ ദേവതയുടെ മഹാത്മ്യമോർത്തിട്ടു മനസുരുകിടുന്നു. മൂർത്തി 30 മുക്കോടി ദൈവങ്ങളെന്നാണ്. അപ്പൊ ആ നിലയിൽ പഠിക്കുമ്പോൾ ഓരോന്നിനും ഓരോ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഈ വെള്ളത്തിന്മേൽ അധികാരമുള്ള ഒരാളാണ് വരുണൻ.
നിങ്ങൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനൊരു പദമുണ്ട്. അനന്തരം ജലാധിപതിയായ ഒരു ദൂതൻ. അപ്പൊ ജലത്തിന്റെ ഒരു അധിപതി. അപ്പൊ ആ നിലയിൽ പഠിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ വായും പിളർന്ന് നിൽക്കുക. എന്തിനാണെന്നറിയാമോ? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ വിഴുങ്ങാൻ. അപ്പോൾ ചെങ്കടൽ വായും പിളർന്ന് നിൽക്കുന്നു, പറവം പുറകെ പിടിക്കാൻ വരുന്നു. എങ്ങനുണ്ട്? അല്ല, അപ്പൊ പരീക്ഷയോട് കൂടെ പോക്ക് വഴിയുണ്ട്. ഭയങ്കര പരീക്ഷയാ. ചെങ്കടൽ വിഴുങ്ങാൻ നിൽക്കുന്നു, പറവം പുറകെ പിടിക്കാനും വരുന്നു. പരീക്ഷ. പൗലോസ് പറഞ്ഞ പരീക്ഷയോടുകൂടെ പോക്ക് വഴിയുണ്ട്. മോശം അടിയെടുത്ത് ഇങ്ങനെ നീട്ടി. യഹോവയുടെ മഹത്വമുള്ള ഭുജം മീതെ വന്നു. സ്വർഗത്തിൽ കൗൺസിൽ കൂടി വെച്ച് ദൈവം ഒരു ദൂതനോട് പറഞ്ഞു പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ദൂതൻ അങ്ങോട്ട്. ദൂതന്മാർ ഇഷ്ടം പോലെ കിടക്കുക, അല്ലാതെ നമ്മുടെ യോഗത്തിന് വരുന്ന പോലെ അവിടെ ഇവിടെയും രണ്ടെണ്ണം വന്നിരിക്കുക. കോടി കോടി ദൂതന്മാരാ. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി 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 ദൂതരുമായി യേശുരാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ പറന്നിടും. കോടി കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിയിടും. അപ്പൊ കോടിക്കണക്കിന് ദൂതന്മാരാ. ഈ ദൂതന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഗപ്പൻ കിടയില്ലാത്ത ദൂതന്മാരല്ല. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് മാറണമെങ്കിൽ 2 പേര് പിടിക്കണം. ദൂതന്മാരങ്ങോട്ടൊന്നുമില്ല, ഭയങ്കര ശക്തിയുള്ള ദൂതന്മാരാ. അതിലെ പകല് നമ്മൾ കേട്ടില്ലയോ? ഒരു ദൂതൻ വന്നൊരു ഒറ്റയടി 1,85,000. വേറൊരു ദൂതൻ ചെന്നൊരു ഒറ്റയടി, അയാൾ അന്നേരം കൃമിക്കരയായി. വേറൊരു ദൂതൻ വന്നേച്ച് പറഞ്ഞു മിണ്ടിപ്പോടുന്ന് പറഞ്ഞ് സിംഹത്തോട് പഞ്ചപുച്ച അടക്കുന്നത് വെളുപ്പ് രാവിലെ വരെ. ഈ ടൈപ്പ് ദൂതനാ നമുക്ക് കാവല്. ഒരു വിശ്വാസവും ഇല്ല, ചുമ്മാ സ്തോത്രം പറയാണ്. പിന്നെ ഈ ടൈപ്പ് ദൂതന്മാരാണ് നമുക്ക് കാവല്. ലൂക്കോസ് എഴുതിയിരിക്കുന്നത് ശക്തിയും ബലവുമേറിയ ദൂതന്മാർ. അപ്പൊ ദൈവം ഒരു ദൂതനെ ഇങ്ങോട്ട് വിളിച്ച്, ഒരു ദൂതൻ ഇങ്ങോട്ട് വന്നിച്ച് തമ്പുരാൻ ദൂതനോട് പറഞ്ഞു, നീ പെട്ടെന്ന് ആണ്ട വായും പിളർന്നൊരുത്ത നിൽക്കുന്ന കണ്ടോ ചെങ്കടല്, ഒറ്റ അടി കൊടുക്കാൻ പറഞ്ഞു എന്ന്. അവ ദൂതൻ ചോദിച്ചു കാണും, ഒരടി മതിയോ? ഒറ്റ അടി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ചോദിച്ചു എന്തിനാ? ഒറ്റ അടിക്ക് 7 കൈവഴി ആക്കിയേക്കണം. കാരണം ഞാൻ പോക്കുവഴി ഉണ്ടാക്കി കൊടുക്കാൻ പോവാ. സ്തോത്രം. പരീക്ഷയോടുകൂടെ പോക്കുവഴിയുണ്ട്. നീ അങ്ങോട്ട് ചെന്ന് ആ വായും പിളർന്ന് നിൽക്കുന്ന കക്ഷിയുണ്ടല്ലോ ദൈവമക്കളെ വിഴുങ്ങാൻ, അവനെ നല്ല മർമ്മം നോക്കി ഒരടി കൊടുക്കണം. ഒരൊറ്റ ഈ ദൈവത്തിന്റെ പദ്ധതിയൊക്കെ അങ്ങനെ ഒരൊറ്റ അടി കൊടുത്താൽ മതി. ഒരു കല്ല് കൊണ്ടൊരൊറ്റ കയറ്, അന്നേരം കക്ഷി കവണ്ട് വീണു. അതാ ഒരു കഴുതയുടെ പച്ചത്താടി കല്ല് നിന്നൊരടി, കുന്നൊന്ന് കുന്ന് 2. നമ്മളാന്ന് ഒരു ലോഡ് പിരിപ്പത് കഴുതത്താടികല്ല് കൊണ്ടുവരും, ഒരെണ്ണം പോലും കൊള്ളുകയില്ല. അവസാനം അവൻ നമ്മളെ തകർത്തേച്ച് പോവുകയും ചെയ്യും. യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരു വടിയായിട്ടാണ് അങ്ങോട്ട് പോയത്. ഇപ്പത്തെ ഇത് പറ്റമായിട്ട് ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ നോക്കിയേ. അവർ ഒരു ദൂതനെ വിളിച്ച് ഒറ്റയടി കൊടുക്കാൻ പറഞ്ഞു, വായും പിളർന്ന് നിൽക്കുന്നത്. ദൂതൻ ഇങ്ങോട്ട് വന്ന് അവന്റെ മർമ്മം നോക്കി ഒരു ഒറ്റയടി അടിച്ചപ്പം 7 കൈവടിയായിട്ട് ചെതറി ചെങ്കടല്. അവിടെ ഒരു വാക്കമുണ്ട്, ചെങ്കടൽ 7 കൈവടിയായിട്ട് മാറിയിട്ട് ചെരുപ്പ് നനയാതെ ഇവരെ മറുകര കയറ്റി. വായിച്ചേ മോളെ 13:15 യെശയ്യാ പ്രവചനം 13:15 ഒന്ന് വായിച്ചേ മോളെ. കണ്ടുകിട്ടുന്നവനെയൊക്കെയും കുത്തിക്കൊല്ലും. യഹോവ 11:15 യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും, അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈ ഓങ്ങി. ഒന്നുകൂടെ വായിച്ചേ. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം. അപ്പൊ നാവെന്നാ വിടുങ്ങാൻ നിൽക്കുക. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. അടുത്തത് അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈ ഓങ്ങി അതിനെ അടിച്ച് 7 കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ മറുകര കയറ്റി. എന്ന് പറഞ്ഞാൽ പരീക്ഷയോടുകൂടെ നിനക്ക് പോക്കുവഴിയുണ്ട്. നിന്നെ വിഴുങ്ങുവാൻ, അവൻ സ്വന്തം നശിപ്പിച്ചു കളയുവാൻ വായും പിളർന്നു നിന്ന വൈരിയെ ദൈവം അടിച്ചു.
ദൈവം ദൂതനമിട്ട് അടിച്ച് 7 കൈവടിയാക്കി ചെതറിച്ച് മാറ്റി വെച്ച് ചെരുപ്പ് നനയാതെ ദൈവം നിന്നെ മറകര കയറ്റും. നിനക്ക് വേണ്ടി ദൈവം പോക്ക് വഴി ഉണ്ടാക്കും. ഇന്ന് രാത്രി ഏതേലും വിഷയത്തിൽ ഞരക്കത്തോടെ, ഭാരത്തോടെ, തിങ്ങി വിങ്ങുന്ന വേദനയോടെ, ആരോടും പറയാത്ത വിഷയങ്ങളുമായി ഞരക്കത്തോടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വഴി തുറക്കാൻ പോവാ. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോ തോളിലുള്ള യേശുവിന്റെ നാമത്തിൽ ആഴിയിൽ പാടുകൊടുക്കുന്നവൻ, ചെങ്കടലിനെ വിഭാഗിച്ചവൻ, അവൻ യോർദാനെ വറ്റിച്ചവൻ, നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്നവൻ, നിനക്ക് വേണ്ടി വാതിലൊരുക്കുന്നവൻ, തകർക്കുന്നവൻ നിനക്ക് മുമ്പായി പുറപ്പെടും. താമർ കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവത്തിന്റെ അളവറ്റ വ്യവഹാര ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. കൃപ 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 ദൈവകൃപ 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 ദൈവകൃപ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭീകരമാം ചെങ്കടലും മിശ്രമിൻ സൈന്യ നിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ, ഭീകരമാ ചെങ്കടലും മിശ്രമിൻ സൈന്യ നിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ, ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരി കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വ മഹത്വരാജനായി സേനയിൽ. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ പരീക്ഷയോടുകൂടെ ദൈവം നിനക്ക് പോക്ക് വഴി ഉണ്ടാക്കും. സ്തോത്രം, സ്തോത്രം. അമ്മാവിയമ്മയും മരുമകളൂടെ വളരെ കഷ്ടപ്പെട്ട മോവാവിൽ നടന്ന് ബേത്ലഹേമി വന്നത്. രൂത്തും നൊവോമി നല്ല ഒരു അമ്മായിയമ്മയും മരുമകളുവാ. രണ്ടുപേരോട് ഒന്നിച്ച് നടന്നല്ലോ. ഇന്നത്തെ മരുമകളിൽ ചിലര്, എല്ലാവരും അല്ല, ചിലർ പറയാം അമ്മച്ചി ഓട്ടോയിൽ പൊക്കോ, ഞാൻ ടാക്സി പിടിച്ച്. അമ്മായിയമ്മയും മരുമകളൂടെ ഒരു വണ്ടിയായി യാത്ര ചെയ്യുന്ന അത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ സന്തോഷിക്കത്തില്ലെന്ന് എനിക്കറിയാം. രണ്ടുപേരൂടെ നടന്ന് മോവാബിൽ നിന്ന് അവർ നടന്ന് ദീർഘദൂരം നടന്ന് ബേത്ലഹേമിലെത്തി. പട്ടണമെല്ലാം ഇളകി. ഇവൾ നൊവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നൊവോമി എന്നല്ല, എന്നെ മാറ എന്ന് വിളിച്ചാൽ മതി. നൊവോമി എന്ന വാക്കിന്റെ അർത്ഥം ഇമ്പം. അത് അങ്ങനെ വിളിക്കേണ്ട, ഇമ്പമെല്ലാം പോയി. മാറ, കയ്പം തന്നെ വിളിച്ചാൽ മതി. എന്തിനേറെ ജീവിതത്തിൽ വളരെ മനപ്പീടയോടുകൂടെ പോവുക. ചുരുക്കി പറഞ്ഞാൽ ഇവര് ഈ കൊയ്ത്തുകാലത്ത് അവിടെ ചെന്നത് യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ. സാധാരണ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവർ പറയുന്നത് യവം സാധുക്കൾക്ക് ഉള്ളതാണ്, ഗോതമ്പ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആൾക്കാർക്കാണ്, കഴിവും പ്രാപ്തിയൊക്കെ ഉള്ളവർക്കാണ്. സാധാരണക്കാരുടെ ആഹാരമാണ് യവം. അപ്പൊ അത് പെറുക്കാനായിട്ട് ചെന്നു. ഭാഗ്യവശ ബോവസിന്റെ വയലില്ല. ബോവസിന് വളരെ ഇഷ്ടപ്പെട്ടു. പോക്കുവഴി ഉണ്ടാക്കി കൊടുക്കുക ദൈവം. സൂക്ഷൻ ചെന്നത് ഈ വയലിലാന്നുള്ളതാ. നീ സൂക്ഷം വന്നു കയറിയത് ഇവിടെ, നീ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടെന്നുള്ളതിനൊരു തർക്കവുമില്ല. ബോവസും പറഞ്ഞു, കേട്ടോ മോളെ, വേറെ വയലിലൊന്നും പോകണ്ട, ഇവിടെ പുറക്കിക്കോ. ബാല്യക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ആരും കൈയേറ്റം ഒന്നും ചെയ്യുകയല്ല, പുറക്കിക്കോളാൻ പറഞ്ഞു. അവക്കും ഇഷ്ടപ്പെട്ടു.
പരീക്ഷയോടുകൂടെ ദൈവം നിനക്ക് പോക്ക് വഴി ഉണ്ടാക്കും. തീച്ചൂളക്കകത്തൂടായി വന്നേക്കുന്നത്. ഭർത്താവ് മാറ്റപ്പെട്ടു, ഭർത്താവിന്റെ സഹോദരൻ മാറ്റപ്പെട്ടു, അമ്മാവിയപ്പനും മാറ്റപ്പെട്ടു, ഈ അമ്മായിയമ്മയും മരുമകളും കൂടാ. വളരെ പരീക്ഷകളാണ്. പക്ഷെ വന്ന് കയറിയ സ്ഥലം ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലമാണ്. ദൈവത്തിന് മഹത്വം. ഈ കൃപയിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. സ്വന്തം ദേശം വിട്ടു തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്തു ഭാഗ്യവശാൽ ബോവസിൻ കാലായിൽ. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്തു ഭാഗ്യവശാൽ ബോവസിൻ കാലായിൽ, ബോവസിൻ കാലായിൽ. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്തു ഭാഗ്യവശാൽ ബോവസിൻ കാലായിൽ. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്തു ഭാഗ്യവശാൽ ബോവസിൻ കാലായിൽ, ബോവസിൻ കാലായിൽ. എന്നതുപോൽ വന്നിടുമോ സ്നേഹിതരെ നിങ്ങൾ, എന്നതുപോൽ വന്നിടുമോ സ്നേഹിതരെ നിങ്ങൾ. എന്നതുപോൽ വന്നിടുമോ സ്നേഹിതരെ നിങ്ങൾ. നിങ്ങളിൽ വാതിൽക്കൽ നിന്ന് മുട്ടിടുന്നു നാഥൻ. എൻ മകനേ, എൻ മകളേ, എൻ മകനേ, എൻ മകളേ, എൻ മകനെ വാതിൽ നീ തുറന്നിടുമോ ഇന്ന്. നാഥനു വസിപ്പാൻ, നാഥനു വസിപ്പാൻ. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്തു ഭാഗ്യവശാൽ ബോവസിൻ കാലായിൽ, ബോവസിൻ കാൽ. എന്നതുപോൽ വന്നിടുമോ സ്നേഹിതരെ നിങ്ങൾ. നിങ്ങളിൽ വാതിൽക്കൽ നിന്ന് മുട്ടിടുന്നു നാഥൻ. എൻ മകനേ, എൻ മകളേ, എൻ മകനേ, എൻ മകളേ, എൻ മകനെ വാതിൽ നീ തുറന്നിടുമോ ഇന്ന്. നാഥനു വസിപ്പാൻ, നാഥനു വസിപ്പാൻ. ചുരുക്കി പറഞ്ഞാൽ ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ വന്ന് കയറി. എന്തിനേറെ ദൈവം സ്ഥിതിക്ക് അങ്ങ് മാറ്റം വരുത്തി. ബോവസനമോളോട് ഇഷ്ടം തോന്നി, മമത തോന്നി, കോരി വെച്ച വെള്ളം കൊടുത്തു, ചാറ്റിൽ മുക്കാൻ പറഞ്ഞു, ബാല്യക്കാരോട് പറഞ്ഞു അവളെ ദോഷമൊന്നും ചെയ്തേക്കരുത്, അതിര് വലിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. എന്തിനേറെ ഒടുവിൽ ബോവസ് അവളെ വീണ്ടെടുത്തു. പട്ടണത്തിന്റെ നടുവിൽ വെച്ച് മൂപ്പന്മാരുടെ മധ്യത്തിൽ ഇവളെ കൈ കൊടുത്ത് വേളി കഴിച്ചു. രണ്ടുപേരുടെ ജീവിതം ആരംഭിച്ചു. ദൈവം ഒരു തലമുറയെ കൊടുത്തു. സ്തോത്രം. ആ തലമുറയെ കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്ഥിതിക്ക് ദൈവം അങ്ങ് മാറ്റം വരുത്തി. നിങ്ങൾ 4-ാം അധ്യായത്തിന്റെ 16 വായിച്ചേ. 4:16. നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി അവന് ധാത്രിയായി തീർന്നു. അവളുടെ അയൽക്കാരത്തികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു, നവോമിക്ക് ഒരു മകൻ ജനിച്ചെന്ന്. ഇങ്ങോട്ട് നോക്കിക്കേ. 1-ാം അധ്യായത്തിന്റെ 19 നവോമി എന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു തന്നതാ, മാറായെന്ന് വിളിച്ചാ മതി. എന്നാൽ 4-ാം അധ്യായത്തിന്റെ 16 നവോമിക്ക് ഒരു കൊച്ചുണ്ടായി എന്ന് പറഞ്ഞപ്പം നവോമി എന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞോ? അതിനെ പറയാന് എന്തേലും ഒന്ന് വാ പൊളിച്ച് പറ.
ഇങ്ങനെ ഇരുന്നാൽ മിക്കവാറും സ്ഥിതി മാറും. ഒന്നാം അധ്യായത്തിന്റെ 19 ഇവര് ബേത്ലഹേമിൽ വന്നപ്പോൾ പട്ടണം മുഴുവൻ അവരുടെ നിമിത്തം ഇളകി. ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അപ്പോൾ നവോമി പറഞ്ഞു, എന്നെ നവോമി എന്ന് വിളിക്കണ്ട, ഇമ്പം വിളിക്കണ്ട, മാറ എന്നെ വിളിച്ചാൽ മതി. ജീവിതം മുഴുവൻ കയ്പ, പരീക്ഷകളാ, നീറ് നിൽക്കുക. എന്റെ ഇമ്പമെല്ലാം പോയി, സന്തോഷം പോയി, ആനന്ദം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, 2 ആൺപിള്ളേരെ നഷ്ടപ്പെട്ടു. ഞാൻ വെറും കയ്യായിട്ട് വന്നിരിക്കുക, ഒഴിഞ്ഞവളായി വന്നു. അതുകൊണ്ട് എന്നെ ഇനി ഇമ്പമെന്നൊന്നും വിളിക്കണ്ട, മാറ. എന്നാൽ അവൻ പരീക്ഷയോടുകൂടെ ദൈവം പോക്ക് വഴി കൊടുത്ത്. എങ്ങനെ? 1 ബോവസിന്റെ വയലിൽ വന്നു, 2 ബോവസ് വീണ്ടെടുത്തു, 3 അവൻ ഇവളെ യൂത്തിനെ അവൻ വിവാഹം ചെയ്തു. വീണ്ടെടുപ്പുകാരൻ ദൈവസ്ഥിതിക്ക് മാറ്റം വരുത്തിയപ്പോൾ 4:16 നവോമിക്ക് ഒരു മകനുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ നവോമി പറഞ്ഞില്ല, എന്നെ നവോമി എന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞില്ല. കാരണം അന്നേരം മാറി. പരീക്ഷയോടുകൂടെ നിനക്ക് പോക്ക് വഴി ഉണ്ടാക്കും. നീ എന്നും കുന്നും വേദന ചിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ എന്നും കുന്നും മനോദോഷത്തോടിരിക്കാൻ അനുവദിക്കത്തില്ല. നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. പരീക്ഷയോടുകൂടെ നിനക്ക് പോക്ക് വഴി ഉണ്ടാക്കും. ഇന്ന് രാത്രി അതിവേദനയോട് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം നിനക്ക് വേണ്ടി വാക്ക് തരും. മടിയൊരുക്കും വിശ്വസിക്ക്. ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാകട്ടെ. ഈ രാത്രി വിടുതലിന്റെ രാത്രിയാകട്ടെ. ഈ രാത്രി നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം നടക്കട്ടെ. നിന്റെ സന്തതികളുടെ മേൽ വിടുതലുണ്ടാകട്ടെ. സന്തതികളുടെ സന്താനങ്ങൾക്ക് വിടുതലുണ്ടാകട്ടെ. നീ അനുഭവിക്കുന്ന വ്യതകളുടെ മേൽ ഈ രാത്രി ദൈവത്തിന്റെ വഴിയൊരുക്കട്ടെ. ദൈവം തന്റെ ദൂതനെ ഇറക്കട്ടെ. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമുക്ക് വഴിയൊരുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പരീക്ഷയോട് കൂടെ ഞാൻ അധികം വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. 7:45 8:45 ഓടിച്ച് മുമ്പോട്ട് ചില കാര്യം കൂടെ പറയാം. 2-ാം അധ്യായത്തിൽ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കണം. 2:14 വായിച്ചേ മോളെ. യാക്കോബ് ഭക്ഷണ സമയത്ത് ബോവസ് അവളോട്, ബോവസിനെയൊക്കെ നമുക്ക് ഇനി വിട്ടേക്കാം, നമുക്ക് യാക്കോബിന്റെ അടുക്ക വരാം. സഹോദരന്മാര്, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ എന്നാ ഉപകാരമാ? കൈ അറത്താ ഉപ്പ് തേക്കുന്നില്ല, എന്തോ ഉപകാരമാണ്? രാവിലെ മുതൽ വീട്ടിന്റെ ജനലിന്റെ അവിടെ മൈക്ക് വെച്ച് കെട്ടിവെച്ച് പറഞ്ഞ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം. നല്ല കാര്യമാണ്. തൊട്ടപ്പുറം 1 സെന്റ് ഭൂമി പോലും ഇല്ലാതെ ഒരുത്തം കിടക്കുക, 5 ഏക്കറുള്ള അവറാച്ചന യേശുവിൽ വിശ്വസിക്കുക. അന്നേരം കൂടെ സഭയിൽ ആരാധിക്കുന്നവൻ 1 സെന്റ് ഭൂമി ഇല്ലാതെ കഷ്ടപ്പെടുക. മൈക്ക് വെച്ച് വെളിയിലോട്ട് കൊടുക്കുന്ന എന്നാ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ. ഒത്തിരി ഒന്നും കൊടുക്കണ്ട. അവനെ വിളിച്ചേച്ച് കുടുംബമായിട്ട് ആലോചിച്ചേച്ച് ഒരു 5 സെന്റ് സ്ഥലം കൊടുക്കണ്ടേ? നിനക്ക് 5 ഏക്കർ ഉണ്ടെങ്കിൽ ഒത്തിരി ഒന്നും കൊടുക്കണ്ട. ഒത്തിരി കൊടുത്ത് നെഞ്ചുവേദന വന്നാതെ ഓൾറെഡി ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ട്. പിന്നെ കൂടുതൽ കൊടുക്കുമ്പോൾ പിന്നെയും തോന്നുന്നു തട്ടിപ്പോകണ്ട. പ്രവൃത്തി വേണ്ടേ? പിന്നെ പ്രവൃത്തി വേണ്ടേ? നിന്റെ കുഞ്ഞുങ്ങളുടെ കല്യാണമെല്ലാം വലിയ ആർഭാടമായിട്ടല്ല, ദൂർത്തടി. ആ ദൂർത്തടിക്കുന്ന കാശ് മതി 2 പെൺപിള്ളേരെ ഇറക്കി വിടാൻ. വിളിക്കുന്നവരെ മാനിക്കണം, യോഗ്യമായിട്ടും മാന്യമായിട്ടും ഒക്കെ അവരോട് ഇടപെടണം. അതൊക്കെ നാട്ടു നടപ്പും കീഴ്വഴക്കം ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് ഒത്തിരി അതിര് വിട്ടു പോകുന്നു. ആ അതിര് വിടുന്ന കാശ് മതിയല്ലോ. ഇപ്പോഴത്തെ കല്യാണത്തിനങ്ങ് വലിയ പ്രൗഢിയും പത്രാസും ഒക്കെ യോജിക്കാനൊക്കത്തില്ല. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ആദ്യം അങ്ങോട്ട് ചെല്ലുമ്പം വെള്ളം ഏതെല്ലാം ടൈപ്പ് വെള്ളമാ കുടിക്കാനേ, എല്ലാത്തിനും ഷുഗറുവാ. എന്നിട്ട് നിന്ന് അങ്ങ് മാട്ടുക, എല്ലാത്തിനും ദീനമാ. വറുത്ത സാധനം തന്നെ
പല ടൈപ്പാ. എന്തൊക്കെയാണെന്ന് എനിക്കറിയാൻ മേലെ പേരൊന്നും. അതും ഇഷ്ടം പോലെ മേടിച്ചങ്ങ് കുടിക്കുക. എന്താ വെച്ചാൽ കല്യാണത്തിന് നിന്ന് കുത്തിയിരുന്ന് ഉറങ്ങുക. ഇതെല്ലാം കൂടെ ഇതിന്റെ നെയ്യെല്ലാം കൂടെ മുറ്റിയായി വന്ന് എന്തോ ആർഭാടമാ, ദൂർത്തടി. ഞാൻ കൊടുക്കരുതെന്നല്ല ഈ പറഞ്ഞത്. വിളിക്കുന്നവരെ മാനിക്കണം, അവരെ സൽക്കരിക്കണം, അതൊക്കെ ശരി. പക്ഷെ ഇത് ഒത്തിരി അതിര് വിടുന്നു. എത്രയോ മാതാപിതാക്കൾ ഒരു കുഞ്ഞുങ്ങളെ ഇറക്കി വിടാൻ നിർവാഹമില്ലാതെ ഞരങ്ങുന്നു. നീ ബ്യൂട്ടി പാർലറിൽ കൊടുക്കുന്ന കാശും ആർഭാടത്തിന് മുടക്കുന്നതും അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ടല്ലോ. ഡ്രസ്സുമൊക്കെ ആ കാര്യത്തിനൊക്കെ ഞാൻ കുറച്ചുകൂടെ ബഹുമാനിക്കുന്ന GPM-കാരെയാണ്. അവിടെ അങ്ങനെ എല്ലാം കൂടെ ഇട്ടുകൊണ്ട് ചെന്നാൽ അവർ സമ്മതിക്കുകയല്ല. ആദ്യം തള്ള എവിടെ നിന്ന് നോക്കുക, എങ്ങനെയാ വന്നേക്കുന്നത്. ഒരു കൊച്ചു തള്ള എന്നെ കാണിക്കും, വിളിച്ചോണ്ട് വരാം. വേറൊരു സഹോദരി എന്ന് സ്തോത്രം എന്ന് പറഞ്ഞ് അതിലേ അങ്ങ് കൊണ്ടുപോകും. അരമണിക്കൂർ കഴിഞ്ഞ് സ്തോത്രം പറഞ്ഞ് ഇതിലേ കൊണ്ടുവരും. അന്നേരം അവരിലൊരാളെ പോലെ തന്നെയല്ല, നമ്മളെ നോക്കിയിരിക്കത്തില്ല, അങ്ങോട്ട് നോക്കിയായിരിക്കുന്നത്. കണ്ടിട്ടില്ലേ? പോയിട്ടില്ലേ? നമ്മുടെ രണ്ടുപേരെ അവിടെ കയറ്റി ഇങ്ങോട്ട് നോക്കിയിരിക്കുക, ഇതുങ്ങൾ അവിടെ നേരെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കുക. വിളിച്ചില്ലേലും അവരുടെ ഒരു കല്യാണത്തിന് പോയി കണ്ടേച്ചു വാ. കുറെയൊക്കെ അത്ര ഒന്നും അല്ലേലും ഞാൻ ഇടയ്ക്ക് പറയും, പ്രവൃത്തി വേണ്ടേ? വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരുന്നാൽ എന്ത് ഉപകാരം? മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നവരായിരിക്കണം. അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമീപനം കൊണ്ടും സംസാരം കൊണ്ടും ഇടപാട് കൊണ്ടും സമീപനം കൊണ്ടും ഒക്കെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയും. അതെല്ലാവരും ഒന്നും യോജിക്കുകയില്ല. ഇപ്പൊ ഉദാഹരണം, നമ്മുടെ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുക, തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ അടുത്തടുത്ത് വീടുകളുണ്ട്, നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക, നല്ല പോത്ത് മേടിച്ച് ഒലത്തുന്നു, അല്ലെങ്കിൽ ചിക്കൻ ആയിക്കോട്ടെ, അല്ലെ മട്ടൻ, എന്തും ആയിക്കോട്ടെ, അത് ചെയ്യുമ്പോഴേ ഇതിന്റെ മണമൊക്കെ വരുമല്ലോ. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ പ്രായമുള്ള അപ്പനും അമ്മയും ഉണ്ട്, അല്ലെ 2 പിള്ളേരുണ്ടെങ്കിൽ ഇത് ഒലത്തിയേച്ചേ ഒത്തിരി ഒന്നും കൊടുക്കണ്ട, ഒരു പാത്രത്തിൽ കുറച്ചെടുത്ത് അവർക്കൂടെ കൊണ്ട് വേണ്ടേ, അത് കൊടുത്തേച്ച് യേശു രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരത് അംഗീകരിക്കുകയും ചെയ്യും. ഇത് ഒലത്തിയത് മുഴുവൻ ഫ്രിഡ്ജിനകത്ത് കയറ്റിയേക്കുക. പിന്നെ ഓരോ ദിവസം എടുത്ത് ഒലത്തി അച്ഛാന് ഞാൻ പറഞ്ഞ പിടി കിട്ടിയില്ല, കല്ലിശ്ശേരിയിൽ നിന്ന് വന്നതല്ലേ. ആട്ടെ, അല്ല ചെയ്യണ്ടേ? ഞാനെപ്പോഴും പറയാം, നമ്മുടെ വീട്ടിൽ 10 തേങ്ങ കിട്ടാനുണ്ടെങ്കിൽ അപ്പുറത്തുകാരന് തെങ്ങില്ലെങ്കിൽ 1 തേങ്ങ അവന് കൊടുക്കണം, 8 എണ്ണം നീ എടുക്കണം, 1 പെയ്ത്തോമിലും കൊണ്ടുവരണം. ഇതിന്റെ ഓർഡർ അങ്ങനെ. 10 എണ്ണത്തിൽ 1 പെയ്ത്തോമില്, 1 പിന്നെ ഇവിടെ കൊയ്യുമ്പോ അരിക്ക് ചേർത്ത് കൊയ്യരുതെന്നാണ്. പിന്നെ അരിക്ക് ചേർത്ത് കൊയ്യരുത്. കാനാ പെറുക്കുമ്പോഴും ഇട്ടേക്കണം, അനാഥനും വഴിപോക്കനും പരദേശിക്കും. തേങ്ങ ഇടുമ്പോഴേ നമ്മൾ വെടിവെച്ചാ കത്തിക്കുന്ന ഏതാ ഗ്യാസ്. അപ്പൊ കൊതുമ്പോ തൊണ്ടോ പൊത്താനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നുണ്ട്, അവരെ വിളിച്ചു കൊടുക്കണം, എടുത്തോണ്ട് പൊക്കോളാൻ പറയണം. കാശും മേടിക്കരുത്. എന്റെ കോഞ്ഞാട്ടയുടെ കാശ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നീ അവിടെ പമ്മി നടക്കരുത്. കോഞ്ഞാട്ട കേട്ടിട്ടില്ലേ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളെല്ലാം അങ്ങ് യൂറോപ്പിൽ നിന്ന് ഇറങ്ങിയതാ. കോഞ്ഞാട്ട കണ്ടിട്ടില്ല. പിന്നെ മിണ്ടാതിരുന്നത് അമ്മാമ്മയെ മിണ്ടിയോളല്ലോ, ഇവരാരും മിണ്ടിയില്ലല്ലോ. ഇവരില്ല. അമ്മാമ്മ പറഞ്ഞെന്നാ ഞാനും പറഞ്ഞു അമ്മാമ്മയും പറഞ്ഞു, വേറൊരു അമ്മാമ്മയും പറഞ്ഞില്ല, അതിലാ പറഞ്ഞു. സ്തോത്രം. മറ്റുള്ളവർക്ക് ഗുണം വേണ്ടേ? പ്രവൃത്തി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിലയേറിയ വസ്ത്രം എടുക്കുമ്പം അത്രോ അല്ലെങ്കിലും അപ്പുറത്തുകാരന് കഴിവില്ലെങ്കിൽ അവനോട് ഒരു ജോഡി വേണ്ടേ? കൊടുക്കണം. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും കുറഞ്ഞ പക്ഷം ആരാധനയ്ക്കൊക്കെ ഞാൻ മിക്ക സഭയിലും പറയും, സഭയിൽ ഞാൻ വെള്ളവസ്ത്രം മസ്റ്റായിട്ട് നിർബന്ധമാക്കിയിരിക്കുക. അത് കാരണം എന്ന് വെച്ചാൽ ഈ സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് പിള്ളേരെല്ലാം വരുമ്പം എല്ലാം ഒരുപോലെ നിൽക്കണം.
കുറഞ്ഞ പക്ഷെ ആരാധനയ്ക്ക് വരുമ്പോഴെങ്കിലും. മിക്കയിടത്തും അത് മനോവേദന ഉണ്ടാക്കും. കാശുള്ള വീട്ടിലെ കൊച്ച് അതിൻ്റെ പ്രൗഢിക്ക് ഡ്രസ്സ്, കാശ് ഇടത്തരക്കാര് അതിൻ്റെ പ്രവടി, ഒന്നുമില്ല. അപ്പം മാതാപിതാക്കളൊക്കെ ഇരിക്കുകയല്ലേ, മനോവേദന ഉണ്ടാകും. ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്കും ചിലപ്പോൾ ഒരു ചെറിയ കുറഞ്ഞ പക്ഷെ ഒരു 3 മണിക്കൂറെങ്കിലും സമാധാനത്തോടിരിക്കും. എന്നിട്ട് യോഗം കഴിയുമ്പോൾ ഈ അമ്മമാര് പറയും, സൂസനെ മോടെ ഡ്രസ്സ് എവിടുന്ന് എടുത്തതാ? എന്നെ അമ്മമ്മേ നല്ലതായിരുന്നു കേട്ടോ, അതിന് ഇച്ചിരി വിലയുള്ളതാ. ഓ എന്നാലും എന്തുവായി? അതിനൊരു 3300 രൂപ. ഓ നമുക്കൊക്കത്തില്ല. ഞങ്ങളുടെ അവിടെ എല്ലാ പിള്ളേർക്കും വെള്ളയാണ്, അതുകൊണ്ട് കൊച്ചുങ്ങൾ നോക്കിയാലും മൊത്തം വെള്ള, വെളിയിൽ നിന്ന് വരുന്ന നോക്കുന്നവരും മൊത്തം വെള്ള. പിന്നെ അങ്ങോട്ടും കൊണ്ട് നോക്കുക, എല്ലാം മേളിലോട്ട് നോക്കിയിരുന്നോളൂ. ഞാൻ അതിൻ്റെ ഒരു വശമായി പറഞ്ഞത്. അങ്ങനെ അതല്ല പുസ്തകത്തിലെ വാക്യോ, ഏറെ പെറുക്കിയവൻ ഏറെയും കുറയെ പെറുക്കിയവന് കുറയും കണ്ടില്ല, എല്ലാം ഇടയ്ക്ക് കയറി പറഞ്ഞെന്നേ ഉള്ളൂ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്തുവാ? നിർജീവമാണ്. അതാണ് 2-ാം അധ്യായത്തിൽ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമീപനം കൊണ്ടും സംസാരം കൊണ്ടുമൊക്കെ മറ്റുള്ളവർക്ക് പ്രയോജനമായിരിക്കണം. നമ്മൾ ചത്ത് കിടക്കുമ്പോൾ ഒരാൾ പറയണം, എൻ്റെ ദൈവമേ ഗുണം ചെയ്ത ആളാ. അല്ലാതെ ചത്ത് കിടക്കുമ്പോൾ അയ്യോ ഒരു ബാധ ഒഴിഞ്ഞു മാറി, എൻ്റെ ദൈവമേ ഈ ദേശത്തെ വലിയ മെനക്കേട് കേസായിരുന്നു. അങ്ങനെ പറയിപ്പിക്കരുത്. നാട്ടുകാരും വീട്ടുകാരും വേണ്ടപ്പെട്ടവരും എല്ലാം പറയണം, അയ്യോ എൻ്റെ ദൈവമേ കടന്നു പോയത് ഞങ്ങൾക്ക് സങ്കടമായിരുന്നു. ഒന്നുമില്ലേ ഒരു 10 രൂപ ഓടി ചെന്ന് ചോദിച്ചാലും ഉണ്ടെങ്കിൽ അന്നേരം തരും. ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഓടി വരും, വന്ന് പ്രാർത്ഥിക്കും. കാശൊന്നും തന്നില്ലേലും ആശ്വാസവാക്ക് പറയും. നമ്മുടെ വീട്ടിലൊരു ബുദ്ധിമുട്ട് വന്നാൽ വന്ന് സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും എന്ന് പറയിപ്പിക്കണം. അല്ലാതെ അയ്യോ ദേശത്തൊരു കാലൻ കടന്നുപോയി എന്ന് പറയിപ്പിക്കരുത്. ആ സഹോദരി മരിച്ചപ്പോൾ അവള് തുന്നിയ ഉടുപ്പെല്ലാം കൂടെ എടുത്തെല്ലാം കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ആരാ? നമ്മൾ തുന്നുന്നുണ്ട്, വിഷയങ്ങൾ അങ്ങോട്ടും കൊണ്ട് തുന്നി കൂട്ടിപ്പിടിപ്പിക്കും. നമ്മൾ നന്നായിട്ട് തുന്നുന്നുണ്ട് അല്ലേ? മുട്ടത്തലയും കുടുംബയും കൂടെ കൂട്ടിക്കെട്ടും. നമുക്ക് നന്നായിട്ട് തുന്നാനറിയാം. സ്തോത്രം. മറ്റുള്ളവർക്ക് പ്രയോജനമായിരിക്കണം നമ്മുടെ ജീവിതം. ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ പിള്ളേരും അല്ല എൻ്റെ മക്കളും, അതല്ലല്ല, മറ്റുള്ളവർ കൂടെ പ്രയോജനം വരണം. നിന്റെ അയലത്തുകാർക്ക് നിന്നെ കൊണ്ട് പ്രയോജനം വരണം. നിന്റെ കുടുംബത്തിലുള്ളവർക്ക് നിന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കണം. നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. എന്തിനും പ്രയോജനരഹിതമാണ്. അതാണ് 2-ാം അധ്യായത്തിൽ. 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം 3-5. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തുന്നു. അപ്പൊ നാവിന് നിയന്ത്രണം, നാവിനെ സൂക്ഷിച്ചോണം. ഇത് അവൻ സ്തോത്രം ഭയങ്കര ബാധയായത്, തീയാ, കേറി കത്തിക്കും. സൂക്ഷിക്കണം. കേൾപ്പാൻ വേഗതയും പറയാൻ വളരെ സൂക്ഷിച്ച് ആലോചിച്ച് സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. ആരോട് സംസാരിക്കുന്നു, എന്തോ സംസാരിക്കുന്നു, അതൊക്കെ ഉപദേശിയോടങ്ങനെ സംസാരിക്കേണ്ട, വിശ്വാസിയോടങ്ങനെ, പ്രായമുള്ള അപ്പച്ചനോടങ്ങനെ, പ്രായമുള്ള അമ്മയോടങ്ങനെ, ഇതൊക്കെ പഠിച്ചിരിക്കണം. ചിലർ പ്രായമുള്ളവരിയ്ക്കുമ്പോഴും സംസാരത്തിന് അതിരില്ലല്ലോ. എന്നാൽ ഇത് ആരായിരിക്കുന്നത്? പ്രായമുള്ള അപ്പച്ചൻ അല്ലെ പ്രായമുള്ള പിതാവാ, പ്രായമുള്ള അമ്മ, നോട്ടമില്ല. എൻ്റെ അമ്മ പറയടാ, തെങ്ങിനും കമങ്ങിനും ഒരു തളാപ്പ് കൊണ്ട് നടക്കരുതെന്ന്. സൂക്ഷിച്ച് സംസാരിക്കണം. ഇപ്പൊ അങ്ങനെയുള്ള ബഹുമാനം ഒന്നുമില്ല. ഇപ്പൊ പിള്ളേര് സംസാരിക്കുമ്പോൾ നമ്മളെടുത്ത് ഓടണം. അല്ല, പിള്ളേര് നിർത്തത്തില്ല. നാവ് നിയന്ത്രിക്കണം. ഭാര്യയോട് എങ്ങനെ സംസാരിക്കണം, ഭർത്താവിനോട് എങ്ങനെ സംസാരിക്കണം, മറ്റുള്ളവർ നിൽക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, ഒക്കെ പഠിച്ചിരിക്കണം. ഞാൻ വിവരിക്കുന്നില്ല കർത്താവിന്റെ മഹത്വം. 4-ാം അധ്യായത്തിൽ എതിർത്തു നിൽക്കണം. 5-ാം അധ്യായത്തിൽ കർത്താവിന്റെ പ്രത്യക്ഷത. അതാണ് 5-7. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത എടുത്ത വാക്യത്തോട് കൂടെ പുലർത്തി ഞാൻ വിശദീകരിച്ച് പ്രസംഗിക്കുന്നില്ല. ഒരൊറ്റ കാര്യം പറഞ്ഞ് കൃത്യസമയത്ത് നിർത്താം. പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട്
ഓടിപ്പോകും. ഒരു കാര്യം പറയാ, എനിക്ക് നിങ്ങൾക്ക് എതിരെ ഒരു എതിരാളിയുണ്ട്. അത് മനുഷ്യരാരുമല്ല, ബന്ധുമിത്രാദികളല്ല, ചാർച്ചക്കാരല്ല, മനുഷ്യരാരുമല്ല. എനിക്ക് നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നത് പിശാചാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോട് എനിക്ക് നിങ്ങൾക്ക് എതിരായിട്ട് ഒരുവനുണ്ട്, പിശാച്. അവനോട് എതിർത്ത് നിൽക്കണം. എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട്, ഞാന് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ഒരു സംഭവം ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ് അങ്ങ് നിർത്താം, വിശദീകരണത്തിലോട്ട് പോകുന്നില്ല. ഇസ്രായേലിനെതിരെ പണ്ട് ഒരുത്തനെ എതിർത്തു വന്നു. അത് മറ്റാരുമല്ല, മല്ലനാകുന്ന ഗോലിയാത്ത്. അവൻ എതിർത്തു വന്നു. വായിച്ച് അവന്റെ നെടുപ്പം ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ന്റെ 4. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്നു. അവൻ 6 മുഴവും ഒരു ചാൺ നെടുപ്പം, ഒരു വലിയ നെടുപ്പമുള്ളൊരുത്തൻ. അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്രം. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള താമര കവചം ധരിച്ചു. അവന്റെ കാൽച്ചട്ടയ്ക്ക് ചുമലി താമര കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ, കുന്തത്തിന്റെ അലക് 600 ശേക്കൽ ഇരുമ്പ്. ഒരു പരിചക്കാരൻ ഇവന്റെ മുൻപിലുണ്ട്. ഇതാണ് ഇവന്റെ പ്രകൃതി. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്, എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ കണ്ടത്, മല്ലനാകുന്ന ഗോലിയാത്ത് വന്ന് വെല്ലുവിളിക്കുന്നു. വിശദീകരിക്കുന്നില്ല. അവന്റെ വെല്ലുവിളിയായി 8-ാം വാക്യം വായിച്ചോ മോളെ, പെട്ടെന്ന് വായിക്കണം. 8-ാം വാക്യം. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരക്കുന്നത് ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശമൂവേലിന്റെ സേവകരുമല്ലയോ? നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്ത് എന്റെ അടുക്കിലോട്ട് വിടണം. ഞാനും ഇറങ്ങി വരും, ഞങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യും. ഞാൻ അവനെ തോൽപ്പിച്ചാൽ നിങ്ങളെല്ലാം ഞങ്ങൾക്കടിമ, അല്ല അവൻ എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങളെല്ലാം നിങ്ങൾക്കടിമ. ഇതാണ് വെല്ലുവിളി. ഈ വെല്ലുവിളി വെറുതെ വെല്ലുവിളിയല്ല. ഇവൻ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് മന്ത്രം ചൊല്ലുവന്ന ആ 43-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ ഒരു പദമുണ്ട്, തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി. അങ്ങനൊരു പദമുണ്ടില്ലേ മോളെ? മതി, ദേവന്മാരുടെ നാമം. അപ്പൊ ഇവന്റെ വെല്ലുവിളിച്ച ഇവൻ ദൈവങ്ങളുടെ നാമം ചൊല്ലും എന്ന് പറഞ്ഞ വേദമന്ത്രം ചൊല്ലും, മന്ത്രം ചൊല്ലും. ഇങ്ങനെ മന്ത്രം ചൊല്ലി നിൽക്കും. ഇതാണ് ഇവന്റെ വെല്ലുവിളി. ഇവൻ വെല്ലുവിളിച്ച് ഇങ്ങനെ എതിർത്ത് നിൽക്കുക. ഇവൻ മന്ത്രം ചൊല്ലുന്നത് എങ്ങനെയാന്ന് 16-ാം വാക്യം വായിച്ച്. 16 എങ്ങനെയാ മന്ത്രം ചൊല്ലുന്നതിന്റെ മെത്തേഡ്? 16 പിന്നല്ലാതെ 19-ന്റെ ആണോ? ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ, രാവിലെയും വൈകുന്നേരവും വൈകിട്ടും. അപ്പൊ രാവിലെയും വൈകിട്ടും. അപ്പൊ ഇവൻ എപ്പോഴൊക്കെയാ മന്ത്രം ചൊല്ലുന്നേ? രാവിലെ ചൊല്ലും, വൈകിട്ട്. നമ്മുടെ വീട്ടിൽ രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥനയുണ്ട്. എല്ലാരും കൂടെ ചേർന്നിരുന്ന്, എല്ലാരും കൂടെ തന്നെ ഇരുന്ന് സി അത് വെക്കുന്ന കാര്യമല്ല ചോദിച്ചത്. രാവിലെയും വൈകിട്ടും വീട്ടിലുള്ള എല്ലാരും കൂടെ ചേർന്ന് കൈയടിച്ച് പാട്ട് പാടി പ്രാർത്ഥിക്കുമോ എന്നാ ഞാൻ ചോദിച്ചത്. മനസ്സിലാകാടിയാന്നോ? ഈ പരസ്യം രാവിലെ മന്ത്രം ചൊല്ലും, വൈകിട്ട് മന്ത്രം ചൊല്ലും. ആ കാര്യത്തിൽ ഞാൻ ഹൈന്ദവ സ്നേഹിതന്മാരെ ആ വിഷയത്തിൽ ബഹുമാനിക്കുന്ന കാരണം കറക്റ്റ് ടൈമിലാണ് റെക്കോർഡ് ഇടുന്നത്. കറക്റ്റ് ടൈമില്ല ആണ് വട മാറ്റുകയല്ല. മഴയാന്നേലും ഇടിയാന്നേലും കൊള്ളിയാനാന്നേലും ഭൂമി കുലുങ്ങിയാലും സുനാമി വന്നാലും കത്രീനയാന്നേലും റീത്തയാന്നേലും അങ്ങനെയൊക്കെ ആന്നേലും. ഇപ്പൊ കാറ്റിനെല്ലാം പെണ്ണുങ്ങളുടെ പേരാ. വലിയ കൊടുങ്കാറ്റ്. അതാണ് കറിയാക്കുട്ടി തന്നെ ഇടാത്തെ. കത്രീനന്നല്ലേ? കറിയാക്കുട്ടി തന്നെ. കറിയാക്കുട്ടി വലിയ കുഴപ്പമില്ല. അത് ചിന്തിച്ചിരിക്കുകയാണോ? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെയും വൈകിട്ടും ഇവൻ മന്ത്രം ചൊല്ലും. അവർ രാവിലെ വൈകിട്ട് കൃത്യം വിനാടിക തെറ്റത്തില്ല, കറക്റ്റ് ടൈമിലാണ്. നമുക്കൊരു മഴക്കാറ് കണ്ടാൽ മതി, ഓ ഇന്ന് മിക്കവാറും യോഗം ഉണ്ടെന്ന്.
ഒരാൾ പറഞ്ഞു നിന്ന് പെയ്യുമെന്നാ തോന്നുന്നു. ഉടനെ പറയാം പാസ്റ്റർ പറഞ്ഞത് യോഗം ഉണ്ടെന്ന്. ഓ പാസ്റ്റർ പറഞ്ഞെങ്കിൽ പാസ്റ്റർ മനുഷ്യനാ, ഇതൊക്കെ കാണുമ്പോ അങ്ങേർക്കും വണ്ടി ഒന്നും ഇറക്കാൻ നോക്കുകയല്ല. അതേസമയം നിങ്ങൾ അവരെ ശ്രദ്ധിച്ചേ, എത്ര ഇടിയും കൊള്ളിയാനും ഈ കറക്റ്റ് ടൈമിൽ പൂജ നടക്കും. രാവിലെയും വൈകിട്ടും മന്ത്രം ചൊല്ലി. പെന്തിക്കോസുകാര് വൈകിട്ട് ചിലപ്പം വീട്ടിൽ പ്രാർത്ഥിക്കും, കഴിക്കണമല്ലോ, അതിന് ദൈവത്തെയും കൂടെ ഒന്ന് കളിപ്പിക്കണം. അതിന് ചെറിയൊരു പാട്ട് പാടി ചെറിയൊരു സങ്കീർത്തനം വായിച്ച് ചുരുക്കി പ്രാർത്ഥിച്ചാട്ടെ, ആമേൻ, പെട്ടെന്ന് എടുത്തോളാം. അത് മിക്ക വീട്ടിലും ഉണ്ട്. വെളുപ്പിനെ എല്ലാവരുടെ വട്ടമിട്ട് പാട്ട് പാടി പ്രാർത്ഥിക്കുന്ന വീട് വളരെ വിരളമാണ്. സ്തോത്രം, വിരളമാണ്. എന്നാൽ ഇവനെ കണ്ടുപിടിച്ച് രാവിലെ വൈകിട്ടും മന്ത്രം ചൊല്ലുക. അവർ രാവിലെയും ചൊല്ലും വൈകിട്ടും ചൊല്ലും മന്ത്രം. അത് 40 ദിവസം ചൊല്ലി, മുടങ്ങാതെ ചൊല്ലി, എല്ലാരും കേക്ക ചൊല്ലി. എന്ത് മാതൃകാപരമായിട്ടാവും കാര്യം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ മല്ലനാകുന്ന ഗോലിയാത്ത് വെല്ലുവിളിച്ചു. ഇവനിങ്ങനെ മന്ത്രം ചൊല്ലി വെല്ലുവിളിച്ചപ്പോൾ എന്തോ സംഭവിച്ചു. 24-ാം വാക്യം വായിച്ചേ, 24, 17-24 വായിച്ചേ മോളെ. അവനെ കണ്ടപ്പോൾ ഇസ്രായേലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുൻപിൽ നിന്നോടി. ശ്രദ്ധിച്ചേ, മല്ലനാകുന്ന ഗോലിയാത്ത് പിശാചിന്റെ നിഴല. ഇവൻ വന്ന് എതിർത്ത് വെല്ലുവിളിച്ചപ്പോൾ ഇവരെല്ലാം അവനെ കണ്ടു ഓടി എന്ന് പറഞ്ഞ പുറകോട്ട് ഓടി. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത് എതിർത്ത് നിൽക്ക്, അവൻ നിന്നെ വിട്ട് ഓടുമെന്ന. എന്നാൽ ഇവിടെ കണ്ടത് അവൻ എതിർത്ത് വന്നപ്പോൾ ഇവര് പുറകോട്ട് ഓടി. ഓടിച്ചവസാനിപ്പിക്കാൻ മല്ലനാകുന്ന ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ ഇസ്രായേൽ പുറകോട്ട് ഓടാൻ കാരണം മറ്റൊന്നുമില്ല, പേടിച്ചിട്ട് ഓടിയതല്ല. ഇവര് പേടിത്തൊണ്ടന്മാരല്ല, കാരണം എല്ലാം വീരന്മാര് ശൂരന്മാരുമാ. പിന്നെന്താ പുറകോട്ട് ഓടാൻ കാര്യം? എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. ഇസ്രായേലി പണ്ട് ഫെലിസ്തീന് തന്ത്രമുണ്ടാക്കി ഇസ്രായേലിലെ കൊല്ലനെ എല്ലാം ഫെലിസ്തീൻ ഒതുക്കി. വന്ന് ഇപ്പൊ ഇസ്രായേലിൽ കൊല്ലനില്ലാത്തതുകൊണ്ട് ആയുധമില്ല. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ കൈവശം ഒറ്റ ആയുധമില്ല. വായിച്ചേ ശാമുവേലിന്റെ 1-ാം പുസ്തകം 13-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യം വായിച്ചേ. 13-19 മുതൽ വായിച്ചേ. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണാനില്ല. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് ഫെലിസ്തീന് പറഞ്ഞു. ഇസ്രായേൽ തങ്ങളുടെ കൊഴു, കലപ്പ, മഴു, മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്തീന്റെ അടുക്ക ചെല്ലേണ്ടി വന്നു. അടുത്ത വാക്യം. എന്നാൽ മമ്മട്ടി, കലപ്പ, മുപ്പല്ലി എന്നിവയ്ക്കായിട്ട് മുടിക്കോൽ കൂർപ്പിപ്പാനും അവർക്ക്. അടുത്ത വാക്യം. അടിവര കിട്ടണം. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളുമില്ല, കുന്തവുമില്ല. കണ്ടോ, ഈ യുദ്ധം അങ്ങോട്ട് മുറുകിയപ്പോൾ ഒരുത്തന്റെ കയ്യിൽ വാളും കുന്തവുമില്ല. BTH ഉണ്ട്, BD ഉണ്ട്, MD ഉണ്ട്, MDH ഉണ്ട്, റിസർച്ച് ഉണ്ട്, പിന്നെ ഡോയുണ്ട്, റവയുണ്ട്, മൈദയുണ്ട്, ആട്ടയുണ്ട്. അഭിഷേകം മാത്രമില്ല. ഓർഡിനേഷനും കിട്ടി കാശ് കൊടുത്തപ്പം. സെൻട്രൽ പാസ്റ്റർക്കും 10 രൂപ കൊടുത്ത് കേന്ദ്രത്തിനും കൊടുത്തപ്പോൾ പുള്ളി പ്ലെയിനെ വെച്ച് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന കാശ് എടുത്ത് കീഴയിൽ വിട്ടു. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തന് വാളുമില്ല, കുന്തവുമില്ല. ശ്രദ്ധിച്ചേ, ഒരുത്തന് ആയുധമില്ലെന്ന്, വാളും കുന്തവുമില്ല. അതുകൊണ്ട് ആ ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോ ഇവന്മാരെല്ലാം കൂടെ പുറകോട്ട് ഓടിയത്. ഒരുത്തന്റെ ആയുധമില്ല. എത്ര പേർക്ക് ആയുധമില്ലാത്തത്? വായിച്ച മോളെ, ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യം വായിച്ച്. എണ്ണം ഉണ്ട് അവിടെ. ന്യായാധിപന്മാർ 5-6 മുതൽ. അനാത്തിൻ പുത്രനാം ശങ്കരൻ നാളിൽ യായാലും കാലത്തും പാടുകൾ ശൂര്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടി നടന്നു. ദബോരയാകുന്ന ഞാൻ എഴുന്നേക്കുന്നത് വരെ ഇസ്രായേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രായേലി അശേഷമില്ല. അവർ നൂതന ദേവന്മാരെ വരിച്ചു. ദ്വാരത്തെങ്കിൽ യുദ്ധം ഭവിച്ചു. അടുത്ത വാക്യം. ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയം കണ്ടില്ല, കുന്തവും കണ്ടില്ല. ഇങ്ങോട്ട് നോക്കി അമ്മാമ്മ, എത്ര പേർക്ക് ആയുധമില്ലാത്ത? 40,000. ഇങ്ങോട്ട് നോക്ക്, എന്നെ ഇത്ര കുനിയുന്നു. ഇങ്ങോട്ട് നോക്കി.
40,000 എണ്ണത്തിന് പരിചയം കുന്തമില്ല. ഒറ്റ ഒരുത്തന്റെ ആളിഷ്ടം പോലുണ്ട്. നമ്മൾ പറയത്തില്ലേ, നേരത്തെ ചെന്നില്ലേ സീറ്റ് കിട്ടുകയില്ല, ഭയങ്കര ഗ്രോത്ത. പിന്നെ നമ്മൾ നേരത്തെ ചെല്ലണം, ഇല്ലെങ്കിൽ സീറ്റ് പാർക്കിങ്ങിനും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒറ്റ ഒരുത്തൻ്റെ ആയുധമില്ല, ആള് കമ്പിടിയാ, ഇഷ്ടം പോലെയാ, ഇഷ്ടം പോലെ ആളുണ്ട്, 40,000. പക്ഷെ ഒറ്റ ഒരുത്തൻ്റെ ആയുധമില്ല. ഇനി ഉള്ളതാർക്ക്? അടുത്ത വാക്യം വായിച്ചേ മോളെ. എന്റെ ഹൃദയം അല്ലല്ല, ഉള്ളതാണ് ശൗമേലിന്റെ 1-ാം പുസ്തകം 13-ന്റെ 19-ന്റെ ഒടുവിലത്തെ പദം. 13-ാം അധ്യായത്തിന്റെ 19 മുതലല്ലേ നമ്മളെ വായിച്ചത്. എന്നാൽ ഇസ്രായേൽ ദേശത്ത് ഒരു കൊല്ലനെ കാണാനല്ലേ എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുത്. പെരിസന് പറഞ്ഞു, ഇസ്രായേൽ തങ്ങളുടെ കൊഴു, കലപ്പ, മഴു, മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ പെരിസന്റെ ഒക്കെ ചെല്ലേണ്ടി വന്നു. അടുത്തത്, എന്നാൽ മൺവെട്ടി, കലപ്പ, മുപ്പല്ലി, എന്നാൽ മമ്മട്ടി, കലപ്പ, മുപ്പല്ലി, മഴു എന്നിവയ്ക്കായിട്ട് മുടിക്കോൽ കുറിപ്പാൻ അവർക്ക് അറിവുണ്ട്. അടുത്ത വാക്യം, ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടുകളെ ജനത്തിൽ ഒറ്റ ഒരുത്തന് വാളുമില്ല, പിന്നെ ഉള്ളതാർക്ക്? അടുത്ത വാക്യം, ശൗലിനും അവന്റെ മകൻ യോനാഥാനും ആയുധമുണ്ട്, അവന് ഭൂതവും. മിടുക്കന്മാർക്ക് ഒറ്റ ഒരുത്തന് ആയുധമില്ല, ഉള്ളത് ശൗലിനാ. പുള്ളിക്ക് ദുരാത്മാവ് കയറുമ്പോ നൊരയും പതയും ചാടും, ഇങ്ങനെ കടവായി കൂടെ. അന്നേരം ദാവീദ് കിന്നരം എടുത്തൊന്ന് വായിക്കും. അന്നേരം തിരുമേനിക്ക് അല്പം ഒരല്പം അതാ തിരുമേനി പറയും, ഏതായാലും ആദ്യത്തെ പാട്ട് പാടിയപ്പോ എനിക്ക് അല്പം ആശ്വാസം ഉണ്ടായിരുന്നു. ചെല്ലി പറയും, എനിക്ക് ആ ഇടയ്ക്ക് പാടിയപ്പോഴാ ഒരു ആശ്വാസം, എല്ലാം ഭൂതമാന്ന്. ചെല്ലി പറയാം, മാസ്റ്റർ ആ ഇടയ്ക്ക് പാടിയപ്പോ എനിക്കൊരു ചെറിയ ആശ്വാസം. ഒരേ പതയും ചാടി. യുദ്ധം മുറുകിയപ്പോൾ ഒറ്റ ഒരുത്തന്റെ കയ്യിൽ ആയുധമില്ല, ഉള്ളത് ശൗലിന്, അവന് ഭൂതം. എന്നാ അവന് ഭൂതമാ. ഈ ചെറുക്കന് വെളിവുണ്ട്, പക്ഷെ ഭൂതം പിടിച്ച് അപ്പന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇവനെടുത്ത് പ്രയോഗിക്കാനും ഒക്കത്തില്ല. അവൻ ചെറുക്കന് വെളിവുണ്ട്, യോനാഥാൻ, പക്ഷെ അപ്പൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇവനൊന്നും ചെയ്യാനും. ചില സഭയിലൊക്കെ ചില മെനക്കേട് കേസുള്ളത് കൊണ്ട് നമുക്കും ഒന്നും ചെയ്യാനൊക്കുകയല്ല. ഇതിങ്ങനെ വന്ന് ആട്ടുകല്ലിരിക്കും പോലെ ഇരിക്കും, ഒരു ഗോത്രം പറയാട്ടെ, കൈയടിക്കാട്ടെ, ദൈവത്തെ ഇങ്ങനെ വന്ന് മയിൽ കുറ്റി ഇരിക്കും പോലെ വന്ന് ആരെയെ വിഴുങ്ങേണ്ടെന്ന് ഓർത്തിരിക്കുക. യവൻ ഇരിക്കുന്ന കാരണം അടുത്തിരിക്കുന്നവന് കൈയടിക്കാനും. അവനൊന്ന് കൈയടിക്കുമ്പോൾ ഇവൻ നോക്കും, എന്തുവാടാ ഞാൻ 50 കൊല്ലമായിട്ട് ഇതിനകത്ത് കയറിക്കാം, ഞാൻ അടിക്കാത്തടത്ത് നീ കയറി, ഇന്നലെ വന്നു കയറി അടിക്കുക. നോട്ടത്തിന്റെ അർത്ഥം ഇതാ, ഈ വാറതാനിരിക്കുന്നത് കാരണം നമ്മക്കൂടെ ആരാധിക്കാൻ ഒക്കത്തില്ല. ഇത് ഭയങ്കര മെനക്കേട് കേസുണ്ടെന്ന്. ഇയാൾക്ക് ഭൂതമാണ്, നൊരയമ്പതേ ചാടിയിരിക്കുക. ചെറുക്കന് ഇച്ചിരി വെളിവുണ്ട്. ചെറുക്കന് വെളിവുണ്ടെങ്കിൽ ഈ മൂപ്പല ഇരിക്കുന്നതുകൊണ്ട് അത് പുള്ളി പറഞ്ഞ, ഞാൻ സഭയിലെ മൂപ്പനാ. മൂത്തതാന്ന് നേരത്തെ ചത്തോണം. എടാ, ഇതിനകത്ത് മൂപ്പല്ല വിഷയം, അഭിഷേകമാ വിഷയം. നീ സീനിയർ ആണോ ജൂനിയർ ആണോ നല്ല വിഷയം. നീ ആരംഭത്തിലുണ്ടോ ഇടയ്ക്ക് വന്ന് അതല്ല വിഷയം, അഭിഷേകമാ വിഷയം. നിന്റെ മേൽ ആത്മശക്തിയുണ്ടോ? നീ ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തിയാണോ? നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഇതാ ഇവിടെ അതാ വിഷയം. കർത്താവ് ചോദിച്ചത്, ഇപ്പൊ പിടിച്ച വല്ലോ ഉണ്ടോ? ഇപ്പൊ പിടിച്ച വല്ലോ ഉണ്ടോ? ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിപ്പിക്കരുത്, ആത്മനിറവിൽ തന്നെ അവസാനിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടുതൽ ഒറ്റയൊരുത്തന് വാളും കുന്തമില്ല, ഉള്ളത് ശൗലിന്, അവന് ഭൂതം. അവന് ഭൂതമാ. അയാൾക്കാന്നല്ല ഭൂതം. അയാളുടെ കയ്യിലിരിക്കുന്ന ആയുധം ഇഞ്ഞ് വാങ്ങാന്ന് വെച്ചാൽ ആയുധത്തിനും കുഴപ്പമാണ്. ശൗല് മരിച്ചപ്പോൾ ദാവീദ് പാട്ട് പാടി. വായിച്ചേ മോളെ, ആ ശമൂവേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17 മുതൽ വായിച്ചു. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലി, ദുഃഖഗാനം പാടുക. അവൻ യഹൂദ മക്കളെ ഈ ധനുർഗീതം, ധനു മേളിലൊരു കുത്ത് ഇർ, ധനുർഗീതം, വിലാപകാവ്യം, ദുഃഖകാവ്യം എന്ന അനുതാപകാവ്യം എന്നൊക്കെയാണ്. അപ്പൊ ആയിക്കോട്ടെ, ഒന്നോട് വായിച്ചു. അവൻ യഹൂദ മക്കളെ ധനുർഗീതം അഭ്യസിപ്പിക്കുവാൻ കൽപ്പിച്ചു. അടുത്തത്,
അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അടുത്തത്, ഇസ്രായേലേ, നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ നിഗതന്മാരായി പട്ടുപോയതെങ്ങനെ? ഗത്തിൽ പ്രസിദ്ധപ്പെടുത്തരുത്, അസ്കലോമീതികളിൽ ഘോഷിക്കരുത്, ബലിതപുത്രിമാർ സന്തോഷിക്കരുത്, അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കുകയും അരുത്. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ വഴിപാട് നിലങ്ങളോ ഉണ്ടാകാതിരിക്കട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. അടുത്ത വാക്യം, ശൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത പരിച. ശൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത പരിച. മനസ്സിലായി കാണും. യുദ്ധം മുറുകിയപ്പോൾ ഒറ്റയൊരുത്തന്റെ ആയുധമില്ല, ഉള്ളത് ശൗലിന്. അവന് ഭൂതം. അന്ന് അവന് ഭൂതമാ. അവന്റെ ആയുധം എടുക്കാന്ന് വെച്ചപ്പോ എഴുതിയിരിക്കുക അഭിഷേകമില്ലാത്ത ആയുധം. ഒരു കാര്യം ദൈവമക്കളോട് പറഞ്ഞങ്ങ് നിർത്താ, നിന്റെ കയ്യിലുള്ള ആയുധം ചെറുതോ വലുതോ, കനമുള്ളതോ കനമില്ലാത്തതോ എന്തുമാകട്ടെ, അതിൽ അഭിഷേകമുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. അഭിഷേകം നഷ്ടപ്പെടുത്തി കളയരുത്. അഭിഷേകം ചോർന്നു പോകരുത്. അഭിഷേകം ചോരുന്ന ഒരു കാര്യത്തിൽ നീ ഇടപെടരുത്. നിന്റെ അഭിഷേകത്തിന് ഭംഗമുണ്ടാക്കുന്ന വിഷയത്തിൽ ഇടപെടരുത്. എന്റെ മേലും നിന്റെ മേലും ദൈവം ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. ഈ അഭിഷേകത്തിന് ഹാനി വരുത്തുന്ന ഭംഗമുണ്ടാക്കുന്ന വാക്കുകൾ പറയരുത്, പ്രവർത്തിക്കരുത്, ചെയ്യരുത്, കൂട്ടുനിൽക്കരുത്, യോജിക്കരുത്. അഭിഷേകത്തിന് പ്രാധാന്യം. പ്രൈസ് ദി ലോർഡ്. ഈ നമ്മുടെ വലിയ ആയുധം ഒന്നും വേണ്ട, നിസാര സാധനങ്ങളെ കൊണ്ടാ ദൈവം അത്ഭുതം ചെയ്യുന്നത്. സൈമൺ സാറ് വേദവികാരത്തിൽ ഞാനെപ്പോഴും ചൊല്ലുന്നതാ, അതിന് കൊടുത്തിരിക്കുന്നത് കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ. കരം കഴുത, കാശിന് കൊള്ളുന്നതല്ല കഴുത. കഴുതനെ പെടലി പിടിച്ചോടിക്കാനാ. ആർക്കും വലിയ താല്പര്യമില്ല കഴുത. കുതിരയോട് ഇഷ്ടമാ. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തതിന്റെ കുഞ്ചിരോമം നീയാണോ അണിയിച്ചെന്നൊക്കെ ചോദിച്ചു. കുതിര ഭയങ്കരമാണ്. പവറിനെ പറ്റി പറയുമ്പോ കുതിര ശക്തി എന്നല്ലേ പറഞ്ഞേ? കഴുത ശക്തി എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നമ്മുടെ സ്കൂട്ടറിന് കഴുതയുടെ ശക്തിയാ. പിന്നെന്തോ ശക്തി എന്നാ ഇംഗ്ലീഷ്. അത് എനിക്ക് പറഞ്ഞാൽ കുതിരശക്തി, അതാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ഞാൻ പോവല്ലേ. അവ കുതിരശക്തിയാ. പക്ഷെ കഴുതയോട് അങ്ങനെ വലിയ തൃപ്തിയില്ല. പക്ഷെ ദൈവം ഉപയോഗിക്കുന്നത് ബലഹീനരും അപ്രാപ്തരും എല്ലാവരും തള്ളപ്പെട്ടവരും ഒറ്റപ്പെട്ടവരും ആ ദൈവം കരുത്തിലെടുക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, എനിക്കാന്നേ ഒരു വിവരമുള്ള ആളല്ല. എന്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാമല്ലോ, ഒരു വിവരവും ഇല്ല. 10ാം ക്ലാസ്സിൽ പോലും ജയിച്ചതല്ല. ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ എനിക്ക് ഇംഗ്ലീഷാണെന്നറിയാം. ഈ കോവിഡിന് മുമ്പേ കൺവെൻഷന് ഹൂസ്റ്റണിൽ പോയി. അവർ വെളിയിൽ നിൽക്കുക, എന്നെ റിസീവ് ചെയ്യുന്നത്. സാഹിബ് എന്നോട് തുരുതുരാന്ന് ചോദിച്ചു. ഞാൻ ആ വീൽ ചെയറിൽ ഇരുന്ന് ചിരിച്ച് കാണിച്ചതല്ലാതെ എനിക്കൊന്നും അറിയാൻ മേല. അയാൾ തുരുതുരാന്ന് ചോദിക്കുക. എന്തുവാ ചോദിക്കുന്നത് എനിക്കറിയാമല്ല. ഏതാണ്ടല്ല ചോദിച്ചു. ഞാൻ ചിരിച്ച് കാണിച്ചു. പിന്നെ വേറെ 2 പേരെ എന്നെ തള്ളിക്കോട്ട് വേറെ സ്ഥലത്ത് കൊണ്ടിരുത്തി. പിന്നെ ഏതാണ്ടൊക്കെ ചോദിക്കുക. ആർക്കറിയാം. ഞാനും കണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല ഇപ്പൊ എന്നെ എനിക്കൊന്ന് അയാളെ ആണ്ട് തെറിയങ്ങണ്ടാ പറഞ്ഞത്. എന്നാന്നൊന്നും പിടികിട്ടിയില്ല. കാരണം അരിശം കയറി അടിച്ചു തന്നു. അറിയത്തില്ലെന്ന്, വിവരമില്ലെന്ന്. എന്റെ സംസാരം കേട്ടിട്ടില്ല, നല്ല ഭാഷയൊന്നും അല്ലല്ലോ. വിവരമില്ലാത്ത എന്റെയാണ്. കളറും അത്ര നല്ലതല്ല. കുടുംബശ്രേഷ്ഠതയൊന്നുമില്ല. എല്ലാം കൊണ്ട് നിങ്ങളെക്കാൾ താഴെ കിടക്കുന്ന എന്നെ ദൈവം ഉപയോഗിക്കുന്നു. ആർക്കും വേണ്ടാത്തവരെയാ ദൈവം എടുക്കുന്നത്. എല്ലാവരും ഉപേക്ഷിക്കുന്നവരെ ദൈവം പൊക്കും. എല്ലാവരും തള്ളിക്കളയുന്നവരെ ദൈവം പൊക്കും. എനിക്ക് കുടുംബശ്രേഷ്ഠതയൊന്നും പറയാനില്ല. വിദ്യാഭ്യാസത്തിന്റെ മികവില്ല, വലിയ കരുത്തും ഒന്നുമില്ല. ഇങ്ങനെ വണ്ണിച്ചിരി അതെല്ലാം പഴുപ്പാ. ഒരു കഴിവുമില്ല. സ്തോത്രം. ഒരു കഴിവുമില്ല. ദൈവത്തിന് മഹത്വം. കഴിവില്ലാത്തവനെ ആ ദൈവത്തിന് ആവശ്യം. കാരണം നമ്മുടെ ദൈവം കഴിവുള്ളവനാ. നീ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ മതി, അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്നെ എടുക്കും.
അതാ സാറ് പറഞ്ഞത്, കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ 1000 ഫെലിസ്ത്യരെക്കാശ് നീ തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുഷ്യകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ളൊരു സപ്തസപ്തിയങ്കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാം ചാപമായി തീരുമെങ്കിൽ ഉത്തമ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ധ്യ, നമസ്തേ ദേവദേവ, നമസ്തേ നദജനപാലന പാരായണ. മോശയൻ നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വേഷയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല നിന്നോട് കരം ചേർന്നാൽ ഊഴിക്ക് നിർമ്മാതാവേ ദൈവ നിർണയമാകും ബഹുവിധ വ്യാഖ്യാന ഭംഗങ്ങളും. ആരോട് പറയാൻ? ശിംശോൻ ഇങ്ങനെ വട്ടമിട്ട് നോക്കിയിട്ട് കയ്യിൽ ആയുധമൊന്നുമില്ല, വാളില്ല, കുന്തമില്ല, വേലില്ല, ആയുധങ്ങളൊന്നുമില്ല. ഫെലിസ്ത്യര് വന്ന് വളയുന്നു. ശിംശോൻ നോക്കിയിട്ട് കയ്യിൽ ആയുധമൊന്നുമില്ല, രക്ഷപ്പെടാൻ നോക്കിയപ്പോ താണ്ട് ആർക്കും വേണ്ടാത്ത കഴുതയുടെ പച്ച താടിയല്ലേ ചേടി അങ്ങോട്ട് എടുത്തപ്പോൾ അഭിഷേകം വ്യാപരിച്ചു. ശിംശോന്റെ കയ്യിൽ കയറിയ ആ കടുവയുടെ താടിയലിന്റെ മേലും ശിംശോന്റെ മേലും അഭിഷേകം വ്യാപരിച്ചു. അഭിഷേകം വ്യാപരിച്ചപ്പോൾ കയറി അടി തുടങ്ങി. കുന്ന് രണ്ട് അടിച്ചു നികത്തി എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ അഭിഷേകം വ്യാപരിച്ചാൽ, നിന്റെ മേൽ ആത്മശക്തി വ്യാപരിച്ചാൽ, അവൻ നിന്റെ മേൽ അഭിഷേകത്തിന്റെ വ്യാപാരമുണ്ടായാൽ ഇതൊന്നും നിനക്ക് വിജയമല്ല. അഭിഷേകത്തിന്റെ ശക്തികൾ നിറയണം. ദൈവത്തിന്റെ അഭിഷേകം തോർത്തിക്കളയരുത്. ആത്മശക്തികൾ നിറയണം. പ്രൈസ് ദി ലോർഡ്. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ല നാസിറായ ഒരു ശിംശോൻ 1000 ഫെലിസ്ത്യരെ ഈ കാശിനി തന്നിൽ കൊന്ന് വീഴ്ത്താൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദൂഷകം. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം. ഇന്ന് രാത്രി നീ സമർപ്പിക്ക്. എന്റെ കർത്താവേ, നിന്റെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു, എന്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു, എന്റെ തലമുറയെ ഏൽപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, എന്റെ ശുശ്രൂഷയെ ഏൽപ്പിക്കുന്നു. നിന്റെ അഭിഷേകത്തിന്റെ ശക്തി എന്റെ മേൽ വ്യാപരിക്കണം. നിന്റെ ആത്മാവിന്റെ വ്യാപാരം എന്റെ മൺകൂടാരത്തിൽ ഇറങ്ങണം. ആത്മശക്തിയിൽ നീ എന്നെ നിറയ്ക്കണം. ശിരസ് മുതൽ പാദം വരെ ദൈവകൃപ ചൊരിയട്ടെ. ദൈവാത്മാവിന്റെ വ്യാപാരം ഉണ്ടാകട്ടെ. പോരുകൾ ഇന്ന് രാത്രി അടിയട്ടെ. സകല ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിയട്ടെ. മൗനമായിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അഭിഷേകത്തിന്റെ ശക്തി. എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഓ ദൈവത്തിന്റെ മഹത്വം. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവത്തെ മഹത്വപ്പെടുന്നത്. അഭിഷേകത്തിന്റെ ശക്തി. ഓ ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിജയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോൽ ആത്മാവേ അമിത ബലം ഭരണേ അമനാദി എന്ന പോലാത്മാവേ. ഓ അമിത ബലം തരണേ. ഓ പരിശുദ്ധാൻ. എഴുന്നേറ്റ് നിൽക്കാം, കൈയടിച്ച് ശക്തി പകർന്നിടണേ. ആമേ പരിശുദ്ധാത്മാവേ. ഓ ശക്തി പകർന്നിടണേ. ആമേ അവിടുത്തെ ബലം ഞങ്ങൾ ആവശ്യമെന്നോ കർത്താവേ നീ അറിയുന്നു. ഓ അവിടുത്തെ ബലം ഞങ്ങൾ ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ നടന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ചേർന്ന് വചനത്തിൽ വേരുകി വളർന്നിടും. ഓ ഈ മഴയെ
പരിശുദ്ധ കൈയടിച്ച് ചേർന്ന് ശക്തി പകർന്നിടണേ. ആമേൻ. അവിടുത്തെ ബലം ഞങ്ങൾ ആവശ്യമെന്ന് കർത്താവേ നീ അറിയൂ. ഓ അവിടുത്തെ ബലം ഞങ്ങൾ ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. ഓ ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ ശക്തിയെ ജയിച്ചിടുവാൻ. ഓ ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടു സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ഓ പരിശുദ്ധാത്മാവേ ഓ ശക്തി പകർന്നിടണേ. ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഓ അവിടുത്തെ ബലം ഞങ്ങൾ ആവശ്യമെന്ന് കർത്താവേ നീ അറിയൂ. ഓ അവിടുത്തെ ബലം ഞങ്ങൾ ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവനാദ്യതുജാതിലെ അനുഭവം അവനതിശയ ലോകത്തിൽ നടത്തിടുവാൻ. അവനാദ്യതുജാതിലെ അനുഭവം ഓ അതിശയ ലോകത്തിൽ നടത്തിടുവാൻ അവനാദിയിലെന്നപോലാത്മാവേ അവനാദിതമേ ഹരനേ അവനാദി. ഓ ആത്മാവേ അവനാദിതമേ ഹരനേ അവേ പരിശുദ്ധാത്മാവേ. ഓ ദീപരാമധാന ധാന ധാന. ഓ ഭീമന മാനവ ധൃവനവ ധിരമന പടമന ജോലി ചെയ്യുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജോലി ചെയ്യുവാൻ ഞങ്ങൾ വചനത്തിൽ വളർന്നിടുവാൻ. മഴയെ വീണ്ടും അയക്കണമേ. ഓ നിർജ്ജനമുണർന്നിടുവാൻ. ഓ പിന്മഴയെ വീണ്ടും അയക്കണമേ. ഓ നിർജ്ജനമുണർന്നിടുവാൻ. ഓ പിന്മഴയെ വീണ്ടും അയക്കണമേ. നിർജ്ജനമുണർന്നിടുവാൻ. ഓ പിന്മഴയെ വീണ്ടും അയക്കണമേ. ഓ ജീസസ് നിർജ്ജനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ. ഓ ഭീമന മാനവ ജീവനവ ധിരമന അയക്കണമേ. നിർജ്ജനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ. ഓ അഭിഷേകത്തിന്റെ ശക്തി അഭിഷേകത്തിന്റെ ശക്തി ഉടമന വടമന വിരമന വടമന വിരിവിരി മികമന വടമന 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 വിരിവിരി മികമന വടമന വിരിവിരി കൂടാ ദാനാ 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 ദഗമന വടമന. ഓ ദിപികമന വടമന ദിപികമന വടമന. എതിർത്ത് നിൽപ്പീൻ അവൻ നിങ്ങളെ ഓടിപ്പോകും. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഉടമ റവന ധനയാ നിഗതന വടമന വിരിവിരി മികമന. ഓ ജീസസ് ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം. ഉടമന ധിരിപിക ബല ബടബല ധിരിപിക ബല ബടബല ധിരാ ധരാ ധിരി 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 ഇവര ബടബല ബല ധിരിപിക ബല ബടബല അംശസ് കൈഡ ബല ബടബല ധിരിപിക ബല ബടബല. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ഇന്ന് പകലും വൈകിട്ടും ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി നിങ്ങൾക്കിരിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ സഹപഠനായ ബഹുമാനപ്പെട്ട ആമേൻ സ്തോത്രം കർത്തൃദാ